Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വെബിനാറിൻ്റെ മുഖ്യ പ്രഭാഷകനായിരിക്കുന്ന ശ്രീ ജയസ് അടൂർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 247 വെബിനാറാണല്ലോ ഇന്ന് ആരംഭിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഏവരെയും പ്രാരംഭമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കഴിഞ്ഞ 246 വെബിനാറുകൾ വളരെ അനുഗ്രഹീതമായി നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും പല കാര്യങ്ങളൊക്കെയും ഈ വെബിനാറിലൂടെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ വെബിനാർ യാതൊരു മുടക്കവും കൂടാതെ മുൻപോട്ട് പോകുന്നതിനുള്ള സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ ഏത് മീറ്റിങ്ങും ആരംഭിക്കുന്നത് പ്രാരംഭ ഗാനത്തോടു കൂടിയാണല്ലോ. അപ്രകാരം ഇന്ന് ഒരു പ്രാരംഭ ഗാനം ആലപിക്കുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഒരു കൊച്ചു മിടുക്കനെയാണ്, മാസ്റ്റർ ജോയൽ ടെനീഷ്. ജോയൽ ഇതിനു മുമ്പും നമുക്ക് നമ്മുടെ ഒരു മീറ്റിങ്ങിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. ജോയൽ തിരുവനന്തപുരം ശ്രീകാര്യം ബഥേൽ മാർത്തോമ ഇടവാംഗമാണ്, 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ജോയലിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാരാമൺ കൺവെൻഷനിൽ ഗായക സംഘത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗായക സംഘ അംഗമായിരുന്നു. ഗായക സംഘ സെലക്ഷനിൽ മെയിൽ വോയിസിൽ 9ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ജോയൽ ഗായക സംഘ അംഗമായി തീർന്നത്. നമ്മൾ പലരും ജോയൽ ഗായക സംഘത്തിൽ പാടുന്നത് ദൃശ്യ മാധ്യമത്തിലൂടെ കണ്ടിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ മാർത്തോമ സൺഡേ സ്കൂൾ സമാജം 2022 2023 നടത്തിയ സംഗീത മത്സരത്തിൽ ജോയലിന് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. നല്ല ഒരു കീബോർഡ് പ്ലെയറാണ്. ട്രിനിറ്റി യൂണിവേഴ്സിറ്റിയുടെ 4th ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്തു. ജോയലിന് എല്ലാ സപ്പോർട്ടുമായിട്ട് മാതാപിതാക്കൾ കൂടെയുണ്ട്. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഗാനം ആലപിക്കുവാനെത്തിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വളരെ സ്നേഹത്തോടു കൂടി പ്രാരംഭ ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ജോയലിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
കുരിശുമായി നാഥൻ മലമുകളിലേ മനസ്സറികളിൽ നിന്നും പാടുവാനായി കാൽവരി കുന്നിൽ നാടൻ ജ്ഞാനമായി മാറി അന്ന് കാൽനടയായി മലമുകളിലേറി അന്നു ജീവനെ കുമരായിരുന്നു പാടുമെന്നു നീ അന്നു ജീവനെ കുമരായിരുന്നു പാടുമെന്നു നീ എന്റെ ജീവനായവനേ ആശയെന്നുമേ താങ്ക് യു ജോയൽ. വളരെ അനുഗ്രഹീതമായ ഗാനം. പ്രത്യേകിച്ച് നാം എല്ലാവരും ഒരു പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അപ്രകാരം അർത്ഥം വരുന്ന മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചതിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ തോമസ് ലാത്ര സാറാണ്. സാറ് USA ഷിക്കാഗോയിൽ താമസിക്കുന്നു. സെൻറ് തോമസ് മാർത്തോമ ചർച്ച് ലംബാർഡ് ഷിക്കാഗോ ഇടവക അംഗമാണ്. സാറ് ഇതിനു മുമ്പും നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ മീറ്റിങ്ങിലൊക്കെയും മോഡറേറ്ററായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ ഒരു സ്നേഹിതനാണ്. പ്രാർത്ഥിക്കുവാൻ കാണിച്ചുള്ള മനസ്സിനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ശ്രീ തോമസ് ലാത്ര സാറിനെ ക്ഷണിച്ചുകൊള്ളു. പ്രാർത്ഥിക്കാം. കാലങ്ങളുടെയും സമയങ്ങളുടെയും നാഥനായ കർത്താവേ, മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, കർത്താവെ വീണ്ടും ഒരിക്കൽ കൂടി കർത്താവെ ഈ അനുഗ്രഹിക്കപ്പെട്ട വെബിനാറിൽ പങ്കെടുക്കുവാൻ ഞങ്ങളോട് ഒരു അനുഭവിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ, കഴിഞ്ഞ 246 ആഴ്ചകളിൽ കർത്താവെ ഏറ്റവും മനോഹരമായി കേൾവിക്കാരുടെ ആത്മീയ അഭിവൃദ്ധിക്കും ബൗദ്ധിക മേന്മയ്ക്കുമായി ഈ വെബിനാറിനെ എടുത്തുപയോഗിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ, കർത്താവെ ഉൾക്കൊണ്ടുള്ള വിഷയങ്ങളെ കണ്ടെത്തുവാനും അതിൽ പ്രാവീണ്യവും വൈദഗ്ധ്യമുള്ളവരെയൊക്കെയും കണ്ടെത്തി ഈ വെബിനാർ നടത്തുവാൻ കർത്താവെ ഇതിൻ്റെ മക്കളെ സഹായിക്കുന്ന കർത്താവെ, ഇത് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടെ സന്മനസ്സിനെ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ, കർത്താവെ ഞങ്ങൾക്ക് കിട്ടുന്ന സമയം കർത്താവെ അവിടുന്ന് ഏറ്റവും പകരം വയ്ക്കാൻ ആവാത്ത ഒരു ദാനമാണ് നിങ്ങൾ അറിയുന്ന കർത്താവെ, എങ്കിലും പലപ്പോഴും അതിനെ ഞങ്ങൾ അലസമായി ഉപയോഗിച്ചു പോയിട്ടുള്ള പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വ്യർത്ഥമായ വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പോയിട്ടുള്ള കുറവുകളെ ഞങ്ങൾ അറിയുന്ന കർത്താവെ, കർത്താവെ ഞങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഇന്ന് ഈ വെബിനാർ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട JS അടൂർ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ കർത്താവെ മനുഷ്യ അവകാശ സംബന്ധിയായും സാംസ്കാരികമായും ഒക്കെയും നേതൃത്വപാഠം ഉള്ള ഈ പ്രിയപ്പെട്ട സാറിനെ അവരുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കായി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി മറ്റുള്ള നന്മയ്ക്കായി എടുത്ത് ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ദൈവമേ ഈ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസിനു വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇതിനുശേഷമുള്ള സംവാദങ്ങളൊക്കെയും കർത്താവെ പരസ്പര നന്മയ്ക്ക് പരസ്പര വിഭാഗത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയിൽ വന്ന് കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിനെ അഭിഷേകം കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു ലാത്ര സാർ. അനുഗ്രഹീതമായ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 247 വെബിനാറാണല്ലോ ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് ഈ മീറ്റിങ്ങിന് മോഡറേറ്ററായിട്ടിരിക്കുമെന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചതല്ല. കാരണം ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ മോഡറേറ്ററായിട്ടിരിക്കേണ്ടത് നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് വെൺമണി സാറാണ്. വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി ഇന്ന് ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുമ്പോൾ അപ്രകാരം
ഉള്ളൊരു വ്യക്തിയെ തന്നെ നമുക്ക് മോഡറേറ്ററായിട്ടിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് റോയ് സാറിനെ നമ്മളിന്ന് മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുത്തത്. എന്നാൽ അല്പസമയം മുൻപാണ് സാറ് അറിയിച്ചത് സാറിൻ്റെ പ്രദേശത്തുണ്ടായ മഴയും അപ്രകാരമുള്ള ബുദ്ധിമുട്ടും കാരണം ഇലക്ട്രിസിറ്റി പോയിരിക്കുകയാണ്. എന്നാൽ ഇലക്ട്രിസിറ്റി വരുന്ന മുറയ്ക്ക് ഞാൻ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തോളാം എന്നുള്ളൊരു ഉറപ്പ് തന്നിരുന്നു. ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. സാറ് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ മീറ്റിംഗ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വളരെ അനുഗ്രഹീതനായ, ഇന്ന് നമ്മുടെ മലയാളക്കരയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയെ തന്നെയാണ് ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് നമ്മുടെ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. JS അടൂർ എന്ന തുലിയ നാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ ജോൺ സാമുവൽ എന്ന വ്യക്തിയാണ് ഇന്ന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ്, എപ്രകാരം നമ്മുടെ സമയത്തെ ക്രമീകരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാനായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറ് മുൻപും നമ്മുടെ ഒരു വെബിനാറിൽ, ഞാൻ വിചാരിക്കുന്നു 170ാമത്തെ വെബിനാറിലാണ് കേരള ക്രിസ്ത്യാനികൾ, ചരിത്രം, സംസ്കാരം, സമൂഹം എന്ന വിഷയത്തെ അധികരിച്ച് വളരെ ആധികാരികമായിട്ട് ഒരു നല്ല ഒരു ക്ലാസ് സാറ് ഇതിനു മുമ്പ് നമ്മൾക്ക് എടുക്കുകയുണ്ടായി. അപ്രകാരം സാറ് അന്നെടുത്ത ക്ലാസ് ഇപ്പോഴും അതിൽ പങ്കെടുത്തവരെയൊക്കെയും മനസ്സിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് സാറ് ഈ വിഷയം എടുക്കണം എന്ന് വളരെ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും വിൽസൺ സാറ് JS അടൂർ സാറിനെ ബന്ധപ്പെടുകയും അങ്ങനെ ഇന്ന് നമുക്ക് ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് സാറ് കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ പ്രാരംഭമായിട്ട് സാറിനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. സാറിനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറ് നമ്മളുടെ ഗ്രൂപ്പിലൊക്കെയും വളരെ വിശദമായിട്ടുള്ളൊരു കുറിപ്പ് എഴുതിയുണ്ടായല്ലോ. ആ കുറിപ്പൊക്കെയും നിങ്ങൾ വായിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. അത് പറഞ്ഞാൽ തന്നെ നമ്മളുടെ സമയം ഒത്തിരി പോകും എന്നുള്ളതുകൊണ്ട് അത് വിശദമായി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിലെ ഈ ലാസ്റ്റ് സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ വാട്സപ്പിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ പല മെസ്സേജുകളും പലർക്കും ലഭിച്ചില്ല എന്ന് അറിയുന്നതിൽ ഒത്തിരിയധികം ഖേദമുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം അല്പം ആളുകൾ ഇന്ന് കുറയുവാനായിട്ട് കാരണമായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നലെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രാരംഭമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സാറിൻ്റെ ഫേസ്ബുക്കിലെ എഴുത്തുകളൊക്കെയും വളരെയധികം വായിക്കുകയും അതുപോലെ തന്നെ പല ചിന്തകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സാറിൻ്റെ ഫേസ്ബുക്കിലെ ഒരു ഫോളോവർ കൂടിയാണ് ഞാൻ. അപ്രകാരം സാറിനെ ഈ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാർ ഒരു പത്രപ്രവർത്തകനായിട്ടാണ് സാറിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അങ്ങനെ ആ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് നമ്മുടെ ഭാരതത്തിലും അതുപോലെ തന്നെ ഭാരതത്തിന് പുറത്തും പലവിധമായിട്ടുള്ള ഔദ്യോഗിക മേഖലയിൽ വളരെ ഉന്നതമായ സ്ഥാനം വഹിക്കുവാനായിട്ട് സാറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒത്തിരിയധികം സന്തോഷം നൽകുന്നു. സാർ 1995 വാഷിംഗ്ടൺ DC അഡ്വക്കസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോ, അതുപോലെ തന്നെ പബ്ലിക് പോളിസി അഡ്വക്കസിയിൽ ഉന്നത പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിയാണ്. അത് പൂനെയിലെ നാഷണൽ സെൻറ്റർ ഫോർ അഡ്വക്കസി സ്റ്റഡീസ് എന്ന ഗവേഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ സ്ഥാപക CEO, അതുപോലെ തന്നെ ഡൽഹി സെൻറ്റർ ഫോർ ബഡ്ജറ്റ് ആൻഡ് ഗവേണൻസ് സ്ഥാപക ഡയറക്ടർ. അങ്ങനെ ഒത്തിരി ഇൻ്റർനാഷണൽ മേഖലകളിലും നാഷണൽ മേഖലകളിലുമൊക്കെയും സാറ് പ്രമുഖമായ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, സാറ് ചാനൽ ചർച്ചകളിലിരുന്ന് സംസാരിക്കുമ്പോൾ എത്രമാത്രം വിഷയം അഗാധമായി പഠിക്കുകയും എത്രമാത്രം ആ വിഷയത്തെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ഒക്കെയും വളരെ സാഗൂതം നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാറുള്ള ചാനൽ ചർച്ചകളൊക്കെയും മുഴുവൻ കേൾക്കുവാനായിട്ട് ഞാനും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ. സാറിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കേരളത്തിലെ വളരെ വിപുലമാണ്. അടൂർ ബോധിഗ്രാം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവേണൻസിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ 5 രാജ്യങ്ങളിൽ വിവിധ ന്യൂസ് പേപ്പർ മാസികകളിലെ കോളമിസ്റ്റ്, ഇംഗ്ലീഷിൽ സാറിൻ്റെ 300-ൽ അധികമായിട്ടുള്ള ലേഖനങ്ങൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ 5 പുസ്തകങ്ങൾ, അങ്ങനെ നമ്മുടെ ഒരു മാധ്യമ സ്ഥാപക എഡിറ്റർ, അതുപോലെ തന്നെ സോഷ്യൽ പോളിസി ജനറൽ എഡിറ്റർ, മലയാളം വർത്തമാന പത്രങ്ങളിലും അതുപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെയും സാറ് വളരെ മനോഹരമായിട്ട് എഴുതുന്നു. ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പബ്ലിക് പോളിസി വിങ്ങിൻ്റെ തലവനാണ്. സാറ് അടൂരിനടുത്തുള്ള തുവയൂരിൽ താമസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വിഷയം നമ്മൾക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു വിഷയമാണ് ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നാം എല്ലാവരും ഒത്തിരി സമയം വെറുതെ കളയുന്നവരാണ്. യാതൊരു ആവശ്യമില്ലാതെ നമ്മുടെ സമയങ്ങൾ പാഴായി പോകുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് 24 മണിക്കൂറാണ്.
അത് എപ്രകാരം ചിട്ടപ്പെടുത്തി നമ്മളുടെ ജീവിതത്തിൽ സമയം ക്രമീകരിക്കണം, എപ്രകാരം നമ്മളുടെ ജീവിതത്തെ വിജയപ്രദമാക്കണം, എപ്രകാരം നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെയും സാറിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിൽ ഈ 247-ാമത്തെ വെബിനാർ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. താങ്ക് യു വെരി മച്ച് ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ വളരെ സിമ്പിളായ ഒരു വിഷയമാണ് സമയം എങ്ങനെ ഉപയോഗിക്കുന്നു. പക്ഷെ അത് ആഴത്തിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് സമയം? എന്താണ് സമയം? സമയം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ഫിസിക്സിൽ തെർമോഡൈനാമിക്സിലും മറ്റേലൊക്കെ പഠിക്കുമ്പോഴത്തേന് നമ്മൾ ഈ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഒരു പ്രധാന പുസ്തകമുണ്ട്. സമയം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ എന്താ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ട് നമുക്ക് രായും പകലുമായിട്ടൊക്കെ തോന്നുന്നു. പക്ഷെ ഇൻ റിയാലിറ്റി വാട്ട് ഈസ് ടൈം എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനാണ്. അത് വളരെ മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യ തൊട്ട് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സമയം? അപ്പോൾ നമ്മൾ മനുഷ്യന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മളെ പോലുള്ള ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ടായിട്ട് യഥാർത്ഥത്തിൽ 70,000 കൊല്ലമാണ് കണക്കാക്കുന്നത്. അതിനു മുമ്പ് 3 ലക്ഷം വർഷം മുമ്പാണ് രണ്ട് കാലിൽ നടക്കുന്ന ജീവികൾ ഉണ്ടായത്. നിയോൺഡ്രാത്തൽസ് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിലെ റിഫ്റ്റ് വാല്യൂവില് ആണ് ഇതിന്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ സമയം എന്നുള്ളതിനെ കുറിച്ച്, നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു 70,000 വർഷം മുമ്പ് ചിന്തിക്കുമ്പോൾ മനുഷ്യന് ചിന്താ വിപ്ലവം ഉണ്ടായി. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മസ്തിഷ്ക വ്യാപാരം, മസ്തിഷ്കത്തില് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ അറിയാനും തിരിച്ചറിയാനും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും, എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ കാലാവസ്ഥകളുടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും, കാലാവസ്ഥ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ സമയം എന്ന് പറയുന്ന ഒരാശയം. പ്രത്യേകിച്ച് എന്താണ് അത്? നമ്മൾ ഈ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. നമുക്കറിയാം സൂര്യൻ ആക്ച്വലി ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ആ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കാണുമ്പോഴുള്ള ആ വ്യത്യാസങ്ങളാണ് നമ്മളെ രാവിലെയും രാത്രിയെന്നും പകലെന്നും ഒക്കെ കാണപ്പെടുന്നത്. ഞാൻ നോർവേയിലാണ് വളരെ വർഷങ്ങൾ താമസിച്ചത്. 4-5 വർഷം ഞാൻ താമസിച്ചിട്ടുണ്ടാവും. നോർവേയിലെ നമ്മൾ ജൂൺ മാസത്തിൽ പോയാലേ അവിടെ രാത്രിയില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല. പാതിരാ സൂര്യന്റെ നാടെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എസ്.കെ. പൊറ്റക്കാട് എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമായി വായിച്ചത്. അപ്പൊ അത് വിശ്വസിക്കാനൊക്കത്തില്ല, അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല. അതേ സമയത്ത് നമ്മളവിടെ ഒരു ഡിസംബറിൽ പോയി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നുമില്ല. ഈ നമ്മളീ പകൽസ് എന്ന് പറയുന്ന സമയം രാത്രിയാണ്. അതായത് 24 മണിക്കൂറും ഒന്നുകിൽ വെളിച്ചം, അല്ലെങ്കിൽ 24 മണിക്കൂറും ഇരുട്ട്. അപ്പൊ നമ്മുടെ ആ സമയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ കംപ്ലീറ്റ് മാറും. ഞാനിതൊക്കെ പറഞ്ഞ സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മള് ഒരു മനുഷ്യന് ഒരു ഫേമസ് പുസ്തകമുണ്ട്, 4000 വീക്ക്. നമ്മൾ വെറും 4000 ആഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ. അതായത് 80 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ഏതാണ്ട് 29,220 ദിവസം കിട്ടും. റിട്ടേൺ ആവറേജ് നമുക്ക് ഒരു മനുഷ്യജീവിക്ക് കിട്ടുന്നത് 4000 ആഴ്ചയാണ്. ഈ ആഴ്ചയും മാസമൊക്കെ ഉണ്ടായത് തന്നെ വലിയ
ഇതാണ്. അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടർ ജൂലിയസ് സീസർ ആണ്. അതുകൊണ്ട് ഇന്ന് ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജൂലൈ എന്ന് പറയുന്ന മാസം, ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം ഓഗസ്റ്റസ്. ജർമ്മൻ പിന്നെ റോമൻ ചക്രവർത്തിമാരുടെ പേരുകളാണ് നമ്മൾ ഇംഗ്ലീഷ് മാസം എന്നൊക്കെ പറയുന്ന റോമൻ കലണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അക്കങ്ങളും. അതുകൊണ്ടാണ് ജൂൺ, ജൂലൈ, ജൂലിയസ് സീസർ, മനസ്സിലായില്ലോ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെയുള്ള ദിവസങ്ങളും. ആ റോമൻ ഇതിൽ പറയുന്ന ഇതാണ് നമ്മൾ സാറ്റേൺ, ഈ ഗ്രഹനില വെച്ചുള്ള ദിവസങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ ഈ 365 എന്ന് പറഞ്ഞാൽ 365 ദിവസം എന്ന് പറഞ്ഞാൽ ഗ്രിഗേറിയൻ കലണ്ടറാണ് നമ്മളിപ്പം. അത് കുറച്ചുകൂടെ അതിൻ്റെ കറക്റ്റ് ടൈം ഉണ്ടാക്കി ആ കലണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, എങ്ങനെയാണ് ഈ സമയം എന്ന ആശയം. അതൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദ്യം നമ്മൾ സമയത്തെ അളന്നിരുന്നത് നിഴലിനെ അളന്നുകൊണ്ടാണ്. ഒരു നിഴൽ വെച്ചിട്ടാണ് എത്ര സമയം ആയി എന്നറിയുന്നത്. ഒരു 100 കൊല്ലം മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചത്? അപ്പൊ സമയത്തിന്റെ കാലം, ഞാൻ പറഞ്ഞ ഈ സമയം ടെക്നോളജിയും തമ്മിലുള്ള ബന്ധമാണ്. 100 കൊല്ലം മുമ്പ് ടൈം പീസ് ഇല്ല, അലാം ഇല്ല. ഉള്ളത് എന്താണ്? കോഴി. അതാണ് പിന്നെ പത്രോസിനോട് പറഞ്ഞ, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. അപ്പം ഈ സാധാരണ കിളികൾ, ചില മൃഗങ്ങൾ രാത്രിയിൽ പകൽ ഉറങ്ങുകയും രാത്രിയിൽ ഇര തേടുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു 300 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു കർഷകർ നെല്ല് വിളയിച്ചിരുന്നത്? അന്ന് ഇതുപോലെ നമുക്ക് ടൈം പീസ് ഇല്ല, അലാമില്ല, മൊബൈലില്ല, ഒന്നുമില്ല. ഇപ്പൊ ഒന്നും നമ്മൾ നോക്കണം, നമ്മുടെ സമയമെല്ലാം കൃത്യമായിട്ട് അളക്കുന്നത് മൊബൈൽ ഫോണിലാണ്. പക്ഷെ നമ്മൾ അറിയാതെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഈ മൊബൈൽ ഫോണിലാണ്, ഡിജിറ്റൽ ടൈമിലാണ്. അപ്പം സമയത്തെക്കുറിച്ച് ആദ്യം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവാണ്. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഈ യഥാർത്ഥത്തിൽ നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ പ്രൊഡക്റ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ വെറും 14,000 ദിവസമേ ഉള്ളൂ. ആ 14,000 ദിവസത്തിൽ നമ്മൾ 7,000 ദിവസം ഉറങ്ങുക ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ ജോലി കിട്ടി 20-ാമത്തെ വയസ്സിൽ, 22-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി, നമ്മൾ 56-ാമത്തെ വയസ്സിൽ പെൻഷൻ ആകുക ചെയ്യുന്നത് കേരളത്തിൽ. സാധാരണ വെളിയിലൊക്കെ 60, 62, 65 നമുക്കൊരു എഫക്റ്റീവ് കിട്ടുന്ന പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഈ നമ്മളെ കുടുംബം, കുട്ടികള്, ഇതെല്ലാം ചെയ്യുന്നത് ഈ 14,000 ദിവസം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് 14,000 ദിവസമേ ഉള്ളൂ. ആ 14,000 ദിവസം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മൊത്തം ശരാശരി നമുക്ക് വെറും 4,000 ആഴ്ച കിട്ടുന്നുണ്ട്. അതായത് 22,000 ദിവസം, 29,220 ദിവസമാണ് നമ്മൾ 80 വയസ്സാകുമ്പോൾ പറയുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട് ഏറെയായാലും എന്തോ 70 അല്ലെങ്കിൽ ഏറെയായാലും 80 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഉള്ളൊരു, എന്താ ഞാൻ പറഞ്ഞ, ആദ്യം സമയം എന്ന് പറയുമ്പോൾ സമയത്തെക്കുറിച്ച് നമുക്ക് സാകല്യത്തിൽ ഉള്ളൊരു വീക്ഷണം വേണം. നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല എന്നുള്ളത്. അപ്പൊ ഈ ടൈം, ഒരു തരത്തിൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധാരണയാണ്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കുന്ന ഭൂമിയുടെ ചലനവും ഈ ഗ്രാവിറ്റിയും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് നിഴല് വെച്ചിട്ട് ടൈം അളക്കാൻ തുടങ്ങിയത്, പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ബൈബിളിൽ ഈ ടൈമിനെ കുറിച്ച് പോകുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് സഭാപ്രസംഗി 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലേ? പിന്നെ വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം. അത് വളരെ 1 തൊട്ട് 8 വരെ വളരെ ഫിലോസഫിക്കലാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും ഫിലോസഫിക്കലായിട്ടുള്ള ശലോമോന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഇന്ന് സഭാപ്രസംഗി എന്ന് പറയുന്ന പുസ്തകം. അതിനത് വളരെ മനോഹരമായിട്ടാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ, നമ്മൾ വ്യർത്ഥത എന്നൊക്കെ പറയുന്നത്, മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടൈം എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മനസ്സിന്റെ നിർമ്മിതികളാണ്, ബുദ്ധിയുടെ നിർമ്മിതികളാണ്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമല്ലോ, ഇത് നമ്മുടെ മനസ്സ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആദ്യം മനസ്സിലായത്,
നമ്മൾ ഉറങ്ങാൻ പോകുന്നത് രാത്രിയിലാണല്ലോ. രാത്രി ഒരു 10 മണിക്ക് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോഡി ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നോർവേ ചെന്നപ്പോഴാണ് അത് വലിയ പ്രയാസമായി. കാരണം രാത്രി ഇല്ല. രാത്രി എന്ന് പറയുന്നത് സാധനം ഇല്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരിക്കും. അപ്പോഴെങ്ങനെയാണ് ഉറങ്ങുന്നത്? നമ്മുടെ കൺസെപ്റ്റ് കംപ്ലീറ്റ് മാറും. അപ്പൊ അത് പറയാൻ ഇരിക്കണം. നമ്മൾ പിന്നെ ഈ 90-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഒരു 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ സമയങ്ങളെ എണ്ണുവാൻ, യുനോ പ്ലീസ് ടീച്ച് മീ ഹൗ ടു നമ്പർ മൈ ഡേയ്സ്. ഇതും ഒരു സമയത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ബൈബിളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 10-21 വാക്യങ്ങളിൽ സമയം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു ദിവസം 1000 സംവത്സരം പോലെ 1000 സംവത്സരം ഒരു ദിവസം പോലെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ കൊളാപ്സിങ് കൺസെപ്റ്റ് ഓഫ് തിങ്. ഇപ്പോഴ് നമ്മൾ ബിബ്ലിക്കൽ ടൈം സ്കെയിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു, ശാബത്ത്. ഇത് നമ്മൾ പലപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് എടുക്കുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം. സത്യം പറഞ്ഞാൽ ആ ഒരു 3500 വർഷം മുമ്പ്, ബൈബിളിന്റെ ആ കാലഘട്ടം 3500, 4000 വർഷം മുമ്പ് സമയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് 100 മില്യൺ വർഷങ്ങളായിട്ട് എടുക്കാം. ഒരു ദിവസം 100 മില്യൺ വർഷമായിട്ട് എടുക്കുമെങ്കിൽ കറക്റ്റാ. അങ്ങനെ 600 മില്യൺ അല്ലെങ്കിൽ 700 മില്യൺ ഈ വർഷങ്ങളുമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടി ഈ ടൈമിനെ കുറിച്ച് നമ്മളിപ്പോൾ ബഹിരാകാശത്ത് പോകാമെങ്കിൽ ടൈമിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് വേറെയാണ്. ദൂരവും ടൈമും, ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പം ഇനിയിപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് പറയാം. എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4000 വർഷം മാത്രമാണ്, 4000 ആഴ്ച മാത്രമാണ്. ഈ 4000 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഒരു 28,000 ദിവസം. 80 വയസ്സ് വരെ ജീവിക്കുവാണെങ്കിൽ 29,200, കുറച്ചുകൂടെ ജീവിക്കുവാണെങ്കിൽ ഒരു 35,000 ദിവസം എന്ന് വെച്ചു മാക്സിമം ഒരു മനുഷ്യനുള്ള. അതിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 14,000 ദിവസമാണ്. ആ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും 1500 പിന്നെ ആഴ്ച വലുതായിരിക്കും. അപ്പം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ടൈം എന്ന് പറയുന്ന നോഷൻ. രണ്ടാമത്, ജീവിതത്തിന്റെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ച് സാകല്യമായ ഒരു വീക്ഷണം വേണം. ആ സാകല്യമായ വീക്ഷണം ഉള്ളവർക്ക് 2 ഗുണമുണ്ട്. അവർ ഹമ്പിൾ ആയിരിക്കും. ഈ നമ്മൾ മനുഷ്യന്റെ ഈ സഭാപ്രസംഗി പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഞാനെല്ലാം കണ്ടു, ഞാനെല്ലാം ഗ്രഹിച്ചു, എനിക്ക് വേണ്ടതെല്ലാം തന്നു, പക്ഷെ ഞാനും എൻ്റെ ഭൃത്യനും മരിക്കുന്നത് ഒരുപോലെയാണ്. ഇങ്ങനെ ഒരു വലിയ കാഴ്ചപ്പാടുള്ളപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമയം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്കൊരു ലാർജർ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഹമ്പിൾ ആകും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഈ ഹോർമോണിന്റെ നമ്മുടെ ശരീരത്തിന്റെ രക്തത്തളപ്പിൽ ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഒക്കെ ആകും. ഇപ്പം ആ ഒരു 40, ഞാൻ ഈ 14,000 വർഷം ഓൾമോസ്റ്റ് കഴിഞ്ഞോണ്ടിരിക്കുക. അത് 60 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറും. എന്ന് വെച്ചാൽ ഈ 14,000 ദിവസം കൊണ്ട്, ഞാൻ നോക്കുമ്പം എത്ര ദിവസം ഞാൻ 7,000 ദിവസം അതിനകത്ത് ഞാൻ കിടന്നുറങ്ങി കാണുമല്ലോ. ഈ എത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്ത് കാണും. അപ്പൊ ഇതൊക്കെ ഒരു സാകല്യമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ചെറുപ്പക്കാരന് മനസ്സിലാകണം, അവൻ കുറച്ചുകൂടെ ജീവിച്ചിരുന്നാൽ അവന് വയസ്സാകും, അവരുടെ തലമുടി നരയ്ക്കും, അവരുടെ സെല്ലുകൾ ക്ഷീണിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും. മനസ്സിലായില്ല? ഈ മനുഷ്യന് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ എല്ലാവരും മരിക്കും, എല്ലാവരും പ്രായമായിരിക്കും. നമ്മുടെ ജഡം എന്ന് പറയുന്നത് ക്ഷീണിക്കുന്ന കാര്യമാണ്. ഈ ജഡത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇത്ര കൊല്ലമാണ് ലൈഫ് സ്പാൻ. അപ്പൊ ടൈമിനെ കുറിച്ച് ഞാനിപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടൈമിനെ കുറിച്ച് നമ്മൾ ഈ മാനേജ്മെന്റ് വിദഗ്ധന്മാർ പറയുന്ന ടൈം മാത്രമല്ല, ടൈമിനെ കുറിച്ച്
നമുക്ക് വേദശാസ്ത്രപരമായിട്ട് എന്താണ് പിന്നെ ബൈബിളിൽ ഉള്ള ഒരു കൺസെപ്റ്റ്, അത് വലിയ ഡീപ്പ് കൺസെപ്റ്റാണ്. ബൈബിളിൽ ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ആ വാക്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഒരുപാട് വാക്യങ്ങൾ ബൈബിളിൽ പിന്നെ കൃത്യമായിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞ പറയുന്നുണ്ട്. ഞാനപ്പോൾ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ സബ്ജക്റ്റ് മാറും. പക്ഷെ എന്നാലും നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പിന്നെ 9-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 9:4 വായിച്ചു നോക്കണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ സമയത്തെക്കുറിച്ച് ഉള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ആ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. എനിക്ക് ഇത്രയും സമയമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മളൊരു ബിബ്ലിക്കൽ കാഴ്ചപ്പാടെടുക്കാം, ഫിലോസഫിക്കൽ കാഴ്ചപ്പാടെടുക്കാം, തീയിസ്റ്റിക് കാഴ്ചപ്പാടെടുക്കാം. ഒന്നിൽ നമ്മൾ പറയുന്നതാണ് യുവർ ഇയേഴ്സ്, യുവർ ടൈം ആർ ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ദിവസങ്ങൾ, 90-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ദാനം അത്രേ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു ബിബ്ലിക്കൽ വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ടൈം, നമുക്ക് ഈ തന്നിരിക്കുന്ന 14,000 ദിവസമോ 25,000 ദിവസമോ 28,000 ദിവസമോ ആ ദിവസങ്ങളെ എണ്ണാൻ ഉള്ള ജ്ഞാനം എനിക്ക് തരണമെന്നാണ് പിന്നെ ഈ 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം പറയുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. ഓക്കെ, ദെൻ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ കാഴ്ചപ്പാടൊരു 20 വയസ്സിൽ 22 വയസ്സിൽ നന്നായി വേദപുസ്തകം വായിക്കുകയും അതുപോലെ പുസ്തകങ്ങൾ വായിക്കുകയും ഈ പറയുന്ന ഫിസിക്സ് പഠിക്കുകയും പക്ഷേ എനിക്ക് സമയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് വന്നത് ഒരു 10-20 വയസ്സായപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ്. നമ്മുടെ ഈ നോഷൻ ഓഫ് ടൈം, നമ്മുടെ ഈ ബോഡി, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് പോലും ലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് അല്ല. അപ്പൊ നമ്മള് പണ്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വളരെ നമുക്കെല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം എന്നെ പഠിപ്പിച്ചത് എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞത് എന്താണ്? ടൈം ആൻഡ് ടൈഡ് നെവർ വെയിറ്റ് ഫോർ എനിബഡി, അല്ലേ? സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, തിര വരുന്നു പോകുന്നതും കാത്തു നിൽക്കുന്നത്. പക്ഷെ ആ തിരയുമായിട്ടുള്ള ഒരു ഭയങ്കര കൺസെപ്റ്റാണ് ഈ തിര എന്ന് പറയുന്നത്. നമ്മള് പിന്നെ സമുദ്രത്തിന്റെ തീരത്ത് പോയിട്ട് നമുക്ക് ആർക്കെങ്കിലും തിര എണ്ണാനും പോകും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇല്യൂഷൻ. സമുദ്രത്തിന്റെ തീരത്ത് പോയിരുത്തും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിര എണ്ണ വന്നു വെച്ചാല് എന്ന് പറയുന്നതുകൊണ്ട് ടൈം ആൻഡ് ടൈഡ് നെവർ, ഇത് രണ്ടും നമ്മുടെ ഒരു ഇല്യൂഷനാണ്, ഒരു വലിയ ഇത്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ അളക്കാനൊക്കത്തില്ല, നമ്മളെ ഇത് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ കഥ പറയാം. 20-ാം വയസ്സിൽ ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് എത്ര വർഷമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വർഷങ്ങൾ ഏതാണ്ട് 14,000 ദിവസം, ഒരു 40 വർഷം എന്ന് പറയാം. അതായത് നിങ്ങൾ 25 വയസ്സിൽ അല്ലെങ്കിൽ 22 വയസ്സിൽ ജോലി കിട്ടിയ ഒരു എന്താ പറഞ്ഞേ 60-65 വയസ്സ് വരെ ഈ കാഴ്ചപ്പാട് മാറുന്ന പറഞ്ഞാൽ ഞാനതാ പറഞ്ഞേ. 20കളിൽ എനിക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമായിരുന്നു. ഞാൻ ഏതാണ്ട് 140 രാജ്യങ്ങളിൽ പോയി കാണും. ചില സമയത്ത് 30കളിൽ ഞാൻ കട്ടിലേ കിടന്ന് ഉറങ്ങുന്നത് ഒരു ആഴ്ചയിൽ 2 ദിവസം ആയിരിക്കും, അല്ലെ 3 ദിവസം. മിക്കവാറും ഞാൻ വിമാനയാത്രയിലായിരിക്കും. രാവിലെ ഒരു രാജ്യത്തുനിന്ന് പറന്നിറങ്ങി വൈകുന്നേരം തന്നെ ഞാൻ ആ രാജ്യത്തുനിന്ന് പോയി, ആ പിറ്റേന്ന് പിന്നെ ഓഫീസിൽ പോയി, വീണ്ടും വൈകുന്നേരം വേറൊരു രാജ്യത്തോട്ട് പോകുന്ന. അപ്പൊ ഈ സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ട്രോപ്പിക്കൽ ലൈനിൽ നിന്ന് പിന്നെ നമ്മൾ ആഫ്രിക്കയിലെ വേറൊരു ജോഗ്രഫി ചെയ്യുമ്പോൾ ടൈമിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. നമ്മൾ ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 16-18 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടൈമിനെ കുറിച്ച് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. പക്ഷെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഈ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന സാധനം തോന്നത്തില്ല. നമ്മുടെ ബോഡി അതുമായിട്ട് അങ്ങ് താതാത്മ്യം പ്രയോഗിക്കും. പക്ഷെ ഇപ്പോഴ് നോക്കിക്കോണേ ആ കൺസെപ്റ്റ് മാറുന്നത്. ഒരു 60 വയസ്സാകുമ്പോഴത്തേന് എനിക്ക് യാത്ര ചെയ്യാൻ
ഉള്ള താല്പര്യം കുറഞ്ഞു. ഞാനിപ്പോൾ കഴിവതും യാത്ര അധികം ചെയ്യില്ല, കാരണം എൻ്റെ പ്രയോറിറ്റീസ് മാറി. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവിധ സമയങ്ങളിൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറി. ഒരു കുട്ടി ജനിച്ച് പിന്നെ ആദ്യത്തെ ഈ 6 വയസ്സ് വരെ 6 വർഷം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ദിവസം. ആ സമയത്താണ് 3-4 കാര്യങ്ങൾ രൂപപ്പെടുന്നത്. കുട്ടികളുടെ അടിസ്ഥാന വാത്യുക്കോൾ മദർ ബോർഡ്. ഇവർ ഭക്ഷണവും ഭാഷയും മനുഷ്യന് 2 വലിയ കാര്യമാണ്. മനുഷ്യൻ ഭക്ഷണം കൊണ്ടും ഭാഷ കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈ ഭക്ഷണവും ഭാഷയും മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഓർമ്മയായിട്ട് രൂപപ്പെടുന്നത് നമ്മുടെ ഈ ടേസ്റ്റ് ബഡ് മാറ്റാനൊക്കില്ല. വലിയ പ്രയാസം. അതാണ് കപ്പയും മീനും കഴിച്ചവന്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു, ലോകത്ത് എവിടെ പോയാലും കപ്പയും മീനും കഴിക്കുന്നത്. എൻ്റെ മക്കൾ പിസ്സ കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പാസ്ത കഴിച്ചത് കൊണ്ട് അവർക്ക് ഇപ്പോഴും പാസ്തയും പിസ്സയായിരിക്കും ഇഷ്ടം. അതായത് നമ്മുടെ ഭാഷ, നമ്മുടെ ബിലീഫ് സിസ്റ്റം, അച്ഛനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധുക്കളെ ബഹുമാനിക്കുക എന്നുള്ള കാര്യം, ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന കാര്യം. ഒരുത്തൻ അവിശ്വാസി ആയിക്കഴിഞ്ഞാലും അവൻ പറയുന്നത് ഓ മൈ ഗോഡ് എന്ന് പറയും, അല്ലേ? അവൻ തിയറിറ്റിക്കലി അവൻ അവിശ്വാസിയായിരിക്കും, അവൻ ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നവരായിരിക്കും, എത്തിസ്റ്റ് ആയിരിക്കും. പക്ഷെ അവൻ എന്തെങ്കിലും കാര്യം വന്നാൽ അയ്യോ എന്ന് പറയും, അല്ലേ? അയ്യോ എന്ന് പറയുന്നത് ലോകത്ത് ഏതാണ്ട് 16 ഭാഷകൾ പറയുന്നതാണ്. ബുദ്ധ പാലിയിൽ നിന്ന് വന്നതാണ്. അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് അയ്യോ എന്ന് പറയുള്ളൂ. അയ്യോ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഓ മൈ ഗോഡ് എന്നാ പറയുന്നത്. ഇംഗ്ലീഷുകാർ പറയും ഓ മൈ ഗോഡ്. അപ്പം ഒരുത്തൻ വന്ന് ഈ എന്താ പറഞ്ഞ എത്തിസിസത്തെ കുറിച്ച് അല്ലെങ്കിൽ നാസ്തികത്തെക്കുറിച്ച്, ദൈവമില്ല എന്ന് പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കുമ്പോൾ അവൻ പറയും ഓ മൈ ഗോഡ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെറുപ്പത്തിൽ പഠിച്ച സാധനമാണ്. അത് ബ്രെയിനിൽ ഇൻഗ്രെയിൻഡ് ആണ്. നമ്മളിപ്പോൾ ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്, ഇൻവോളണ്ടറി ആയിട്ട് പ്രാർത്ഥിച്ചിരിക്കും, എണീക്കുമ്പോഴും പ്രാർത്ഥിച്ചിരിക്കും. അതെന്താണ്? എൻ്റെ പിന്നെന്താ പറഞ്ഞ 3 വയസ്സിൽ 4 വയസ്സിൽ വീട്ടിൽ പഠിപ്പിച്ച ആ ശീലം പിന്നെ എണീക്കുമ്പം ഇപ്പം നമ്മുടെ ഈ ടൈമിൽ എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ആദ്യത്തെ 6 വർഷത്തിൽ പഠിക്കുന്ന ഇൻറ്റിമേറ്റ് സോഷ്യലൈസേഷൻ, ആ 6 വയസ്സിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും അടുത്തുള്ള ഒരു ചീത്തയാ പറയുന്നതെന്ന് വെച്ചു, അവൻ അറിയാതെ തന്നെ ചീത്ത പറയും. അതേസമയം ആ വീട്ടിൽ പ്രാർത്ഥനയാണ് നടക്കുന്നതെന്ന് വെച്ചു, അവൻ അറിയാതെ തന്നെ ചെയ്യും. അവൻ ആ വീട്ടിൽ ആ കുട്ടി കാണുന്നത് അച്ഛനും അമ്മയും വലിയ സ്നേഹത്തിലാണ്, അവൻ്റെ മനസ്സിൽ അത് വരും. ഇൻറ്റിമേറ്റ് സോഷ്യലൈസേഷനാണ് നമ്മുടെ പലരുടെയും ബീയിങ് എന്ന് പറയുന്ന ടൈം ബൗണ്ടായിട്ട് നമ്മുടെ ബ്രെയിൻ. അപ്പം ഞാൻ പറയും ടൈം എന്ന് പറയുന്നത് പോലും ബ്രെയിൻ്റെ ഒരു ഭാഗമാണ്, ബ്രെയിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഭാഷയും ഭക്ഷണവും പോലെ ടൈം. അപ്പോൾ പറയും പോയി കിടന്ന് ഉറങ്ങാൻ പറയും. നമുക്കറിയാം, ഞങ്ങളൊക്കെ ഇത്രയും പ്രായമുള്ളവർക്കറിയാം, ചെറുപ്പത്തിൽ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, ടെലിവിഷൻ ഇല്ല, ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. ഒന്നിൽ നിലവിളക്ക് വീട്ടിന് മുമ്പിൽ പിന്നെ കത്തിച്ചു വെക്കുന്ന എന്താണ്? അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഡീസൽ ഇല്ല, പെട്രോമാക്സ് ഒക്കെ പിന്നെ വന്നത്. അന്ന് ആകെപ്പാടെ ഉള്ളത് എന്താണ്? എണ്ണയും അല്ലെ കരിപ്പട്ടി. അങ്ങനെയാണ് ഈ നിലവിളക്കെന്ന് പറഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി ആയിരുന്നു. ഇപ്പൊ നമ്മൾ സംസ്കാരം എന്നൊക്കെ പറയുമല്ലോ, ചിലർ പറയും നിലവിളക്ക് കത്തിക്കരുതെന്നൊക്കെ പറയും. അന്ന് വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ഉമ്മുറത്ത് ഒരു നിലവിളക്ക്, ബാക്കി മണ്ണെണ്ണ വിളക്കൊക്കെ പിന്നെയാണ് വന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഈ വൈദ്യുതിയൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും 6 മണിക്ക് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കും. ഇത് വിളക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ 6:30-7 മണിക്കകത്ത് തീർക്കും, കാരണം അത്രയും റിസോഴ്സസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് അന്ന് വേറെയായിരുന്നു, ഇപ്പോൾ വേറെയാണ്. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത് നമ്മളിപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമ്മളെ സമയത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് വയ്ക്കുന്നത് നമ്മുടെ സ്കൂളുകളാണ്. രാവിലെ എണീറ്റ് സ്കൂളിൽ പോകണം. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ ബെല്ലടിക്കും. സ്കൂളിൽ ഇത്ര നമുക്കറിയാം ഇത്ര പീരീഡ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ടൈമുമായിട്ട് നമ്മളെ ഈ കറക്റ്റ് ടൈമിൻ്റെ സാധനമായിട്ട് നമ്മളെ അഡാപ്റ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിനിനെ. അത് അഡാപ്റ്റ് ചെയ്യുന്നത് ഈ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ ടൈമുണ്ട്, സ്കൂൾ ബസ് വന്നാൽ കിട്ടില്ല. അപ്പം ഈ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ്
കാർഷിക സമൂഹത്തിൽ വ്യത്യസ്തമായിരുന്നു. കാർഷിക സമൂഹത്തിൽ സൂര്യൻ ഉദിക്കുമ്പോഴാണ് പോയി കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. പണ്ട് നട്ടുച്ചയ്ക്ക് കയറിയിരിക്കും, വീണ്ടും വൈകിട്ടാണ് കൃഷിക്കാർ പണി ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് മാറി എന്നുള്ളതാണ് നമ്മൾ വയ്ക്കുന്നത്. നമ്മുടെ ആന്ത്രോപോളജിക്കലി നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഈ 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂൾ എന്ന് പറയുന്ന ഇഗ്നേഷ്യസ് ലോയോള കൗണ്ടർ റിഫോർമേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ് ഈ സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അങ്ങനെയാണ് ഈ വടി എന്ന് പറയുന്നതും ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കൺസെപ്റ്റും വന്നത്. നമ്മളിപ്പോൾ പറയത്തില്ലേ നിങ്ങളുടെ ഡിസിപ്ലിൻ ഏതാണ്? ചിലർ പറയും ഫിസിക്സ് ആണ്, ചിലർ പറയും കെമിസ്ട്രി ആണ്. അപ്പം ആ ഒരു നോഷൻ നമ്മൾ ഈ ടൈമിനെ അളക്കാൻ തുടങ്ങുന്നത് സ്കൂളിൽ പോകുമ്പോഴത്തോട്ടാണ്. ഒരാൾ സ്കൂളിൽ പോകുമ്പോഴത്തോടാണ് അവർ ടൈമുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് സമയം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് 1 മണിക്കൂർ. അപ്പൊ ആ 1 മണിക്കൂർ കൊണ്ട് ഇത്ര ചോദ്യം എഴുതാനൊക്കെ എന്നുള്ളത് ഒരു മെന്റൽ കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് പണ്ട് കാളവണ്ടിയായിരുന്നു. അത് പകലെ പോവുകയുള്ളൂ. കാളവണ്ടി നിങ്ങൾക്കറിയാം, ചെറിയ റാന്തലൊക്കെ ഉണ്ടായിരുന്നു രാത്രി പോകാൻ വേണ്ടി. കാളവണ്ടി കഴിഞ്ഞിട്ട് പണ്ട് മെഴുകുതിരി പോലും പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ഉണ്ടായ സാധനമാണ്. അപ്പൊ അതൊക്കെ പോലെ അതേ സമയത്ത് ബസ് വന്നപ്പം ബസ്സിന് ടൈമിംഗ് ആയി. ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിന് സമയമായി. അപ്പം സമയം എന്നുള്ള കൺസെപ്റ്റ് ഇപ്പം നിങ്ങളിപ്പോൾ വെബിനാർ വന്നു 8:30 എന്ന് പറഞ്ഞു. 8:30 എങ്ങനെയാണെന്ന് ഞാൻ എടുക്കുന്നത്, ഞാൻ ഡിജിറ്റലിയാണ് നോക്കുന്നത്. എൻ്റെ എന്താ പറഞ്ഞ വാച്ചില്ല, ഡിജിറ്റലി ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ കമ്പ്യൂട്ടറിൽ ടൈം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പം എനിക്കിനിയും കുറച്ച് സമയം കൂടെ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി. ഞാൻ മനഃപൂർവ്വം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്ത കിട്ടും എങ്ങനെയാണ് ടൈം ഉപയോഗിക്കുന്നത്, ടിപ്പ് 1, 2, 3, 4 ആ ഒരു കൺസെപ്റ്റിൽ കൂടെയല്ല ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞില്ല, 20 വയസ്സ് തൊട്ട് ഞാൻ എങ്ങനെയാണ്. അപ്പം എനിക്ക് സാകല്യമായി ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അടുത്ത 40 കൊല്ലം ഞാൻ എന്ത് ചെയ്യണം. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് മാക്രോ ലെവലിൽ 10 കൊല്ലത്തേക്കാണ്. 10 വർഷം. ബോധിഗ്രാം 2004 ഞാൻ തീരുമാനിച്ചത് ബോധിഗ്രാം ഇവിടെ കേരളത്തിൽ വന്ന് താമസിക്കാൻ. 2004 ഞാൻ തീരുമാനിച്ചു ഞാൻ കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ടൈം പ്ലാൻ ചെയ്ത് പതിയെ 2008 ബോധിഗ്രാമിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ് പണിതു. 2010-15 ഇത് പണിതു. പതിയെ മലയാള ഭാഷ അറിയാൻ വേണ്ടി എനിക്കറിയാം, വിദേശത്ത് താമസിക്കുമ്പോൾ കുട്ടികൾക്ക് മലയാള ഭാഷ അറിയത്തില്ല, അവരുടെ സോഷ്യലൈസേഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്പം ഞാൻ മിക്കവാറും 10 വർഷത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതുവരെ എൻ്റെ എന്താ പറഞ്ഞ കരിയറിലും പ്രൊഫഷണലിലും ഞാൻ വളരെ ഉദാഹരണത്തിന് ഞാൻ UN ഉണ്ടായിരുന്നു. എനിക്ക് 62 വയസ്സ് വരെ UN ജോലി ചെയ്യാം. പക്ഷെ എൻ്റെ പ്ലാനിങ്ങിൽ അങ്ങനെ ഒരു ജോലി ചെയ്ത് അപ്പം ഒരു കോളേജ് അധ്യാപകനായിട്ട് ജോലി ചെയ്ത് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്യുക, അങ്ങനെയല്ലായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ പല ജോലികൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ചെക്കൗടെന്ന് തോന്നും. ഞാൻ ഒരു 5-6 കൊല്ലം UN ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മാറി. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതുവരെ ജോലി ഇല്ലാതിരുന്നിട്ടില്ല. ഞാൻ എന്നാൽ ജോലിക്ക് തേടിയും പോയിട്ടില്ല, ജോലി എന്നെ തേടി വന്നു. കാരണം ഐ വാസ് യൂസിങ് ടൈം വെരി സ്ട്രാറ്റജിക്കലി എന്ന് പറയാം. അപ്പം ഞാൻ എല്ലാ കാര്യവും ഞാൻ 2020 നടക്കുന്ന ഒരു കാര്യം 2030 ഞാൻ എന്താ പറയുന്നത് തയ്യാറെടുക്കുന്നത്. കാരണം ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ലൈഫ് ഈസ് നോട്ട് എ സ്പ്രിന്റ്, ലൈഫ് ഈസ് എ മാരത്തോൺ. പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യം, പ്രൊഫഷണലി പോകുമ്പോഴും ഞാൻ എപ്പോഴും പെട്ടെന്ന് വെട്ടിപ്പിടിക്കാം, നമ്മുടെ എനർജി എല്ലാം കൊണ്ട് കളഞ്ഞ നമ്മുടെ ഫാമിലി ലൈഫ് പോയി നമ്മൾ 16 മണിക്കൂർ വർക്ക് ചെയ്ത് അവനൊരു 30-40 വയസ്സാകുമ്പോൾ അവനില്ലാത്ത അസുഖം കാണത്തില്ല. കാരണം സ്ട്രെസ് ലെവൽ കൂടും. അപ്പോൾ ടൈമിനെ കുറിച്ച് നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടും ജീവിത വീക്ഷണവും ടൈമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കില്ലെങ്കിൽ വി കനോട്ട് പ്ലാൻ എനിത്തിങ്. അതാണ് പലപ്പോഴും പറ്റുന്നത്. നമ്മുടെ ഈ കുട്ടികൾക്കെല്ലാം ഈ സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം പണ്ട് നമുക്കറിയാം. കർഷക സമൂഹത്തിൽ എൻ്റെ
ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഒക്കെ അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ടീനേജിലാണ്. അവർ പ്യൂബേർട്ടി ആകുമ്പം കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി. കാരണം അവർ കാർഷിക സമൂഹത്തിലാകുമ്പോൾ കൂടുതൽ കുട്ടികളെ വേണം, കൂടുതൽ ഹെൽപ്പിംഗ് ഹാൻഡ് വേണം, എല്ലാം വേണം. അവിടെ നമ്മളൊരു സർവീസ് സൊസൈറ്റിയിലേക്ക് മാറി. സർവീസ് സൊസൈറ്റിയിലേക്ക് മാറിയപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഭാര്യയ്ക്കും ഭർത്താവിനും ടൈമില്ല. യു ഡോണ്ട് ഹാവ് ടൈം ടു ഗിവ് ടു അതേഴ്സ്. എല്ലാവരും ബിസിയാണ്. കാരണം നമ്മുടെ ഒരു കൺസ്യൂമർ സൊസൈറ്റിയിൽ നമ്മൾ വാട്ട് മാറ്റേഴ്സ് ഈസ് നോട്ട് വാട്ട് യു ആർ, വാട്ട് മാറ്റേഴ്സ് ഈസ് വാട്ട് യു ഹാവ്. അപ്പൊ എന്ത് ചെയ്യും? അവന്റെ EMI കിട്ടാൻ വേണ്ടി 8 മണിക്കൂർ, സാധാരണ ഒരു കൺസെപ്റ്റ് എന്താണ്? നമ്മുടെ ഒരു മോഡേണിസ്റ്റ് ആധുനിക സമൂഹത്തിന്റെ കൺസെപ്റ്റ് എന്താണ്? 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ റീക്രിയേഷൻ, 8 മണിക്കൂർ ഉറക്കം, അല്ലേ? അപ്പം സാധാരണ 8×5 40, 36 മണിക്കൂറാണ് സയന്റിഫിക്കലി ഇപ്പം ഞാൻ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നത് ഒരാഴ്ചയിൽ. പക്ഷെ അത് 40 മണിക്കൂർ വരെ ആകും. പക്ഷെ പലരും എത്രയും വെട്ടിപ്പിടിക്കുക, എത്രയും കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കുക, എത്രയും കൂടുതൽ ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓവർ ടൈം ചെയ്ത് മിക്കവാറും ആൾക്കാർ രാവിലെ എണീറ്റ് 7 മണിക്ക് ജോലിക്ക് പോയാൽ വൈകിട്ട് 9 മണിക്കാണ് വരുന്നത്. കാരണം അവർക്ക് ഈ ടൈം മാനേജ്മെന്റിൽ ഏറ്റവും വേസ്റ്റ് ഇതാണ്. കാരണം അവർക്ക് അന്നേരം വലിയ വീട് മേടിക്കണം, വലിയ കാറ് വേണം, ആ സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് വേണം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്താ പ്രശ്നം പറ്റുമെന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫ് ബാലൻസ്, വർക്ക് ലൈഫ് ബാലൻസ് കംപ്ലീറ്റ് ഗോ ഔട്ട് ഓഫ് ദ വിൻഡോ. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, ഞാൻ പറയാം, ഞാൻ ഈ മെന്റർ ചെയ്യുന്ന ആളാണ്. അപ്പം ഒരുത്തൻ കല്യാണം കഴിച്ചു, എൻ്റെ ഇന്റേൺ ആണ്, ഞാൻ എപ്പോഴും എന്നെ ഗുരുവായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ, നിനക്ക് പിള്ളേരുണ്ടോ? പിള്ളേരില്ല, ഞങ്ങൾ ഫെർട്ടിലിറ്റിയിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നീ വീട്ടിലെത്തുമ്പോൾ എത്ര സമയം ആകും? 10 മണിയാകും സാറേ കാറ് പിടിക്കുക. ഞാൻ പറഞ്ഞു, പിന്നെ നിനക്ക് എങ്ങനെ പിള്ളേരുണ്ടാകാനാ? കാരണം they don't have time to spend. ഈ മാസത്തിൽ 2 പ്രാവശ്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വീക്കെൻഡ് അഫെയർ ആണ്. മനസ്സിലായില്ലേ? അതായത് അവരുടെ സെക്സ് പോലും എന്താണ്, ടൈം ബൗണ്ട് ആണ്. പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാകും? പണ്ട് കർഷക സമൂഹത്തിൽ ഇതിന് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ടെലിവിഷൻ ഇല്ല, മൊബൈൽ ഇല്ല, പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ല. അതുകൊണ്ട് ഫെർട്ടിലിറ്റി കൂടി. ഇപ്പൊ ഈ സാധനം എല്ലാം കൂടെ ഡിസ്ട്രാക്ഷൻ, ജോബിന്റെ ഡിസ്ട്രാക്ഷൻ, മൊബൈൽ ടൈമിന്റെ ഡിസ്ട്രാക്ഷൻ, ഇതെല്ലാം കൂടെ കൂടിയപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ യുവർ ലൈഫ് ഗെറ്റ് ഡിസ്കൗണ്ടഡ്. you learn your livelihood take precedence over your life and living. അപ്പൊ അതാണ് ഇപ്പം നമ്മൾ നേരിടുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സമയത്തെക്കുറിച്ച് രാവിലെ എണീറ്റ് നമ്മൾ എന്തൊക്കെ റുട്ടീൻ ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ ജീവിതം, നമ്മുടെ ലിമിറ്റഡ് ടൈം, ഹൗ ആർ യു സ്പെൻഡിങ്? ആർ യു ഹാപ്പി വിത്ത് യുവർ ലൈഫ്? നമ്മുടെ സെൽഫ് കെയറിനും മറ്റുള്ളവരുടെ കെയറിനും മറ്റുള്ളവർക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ കാര്യമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ആദ്യ പാഠം. ഹൗ ആർ വി യൂസിങ് അവർ ടൈം, ലിമിറ്റഡ് ടൈം ഇൻ ലൈഫ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ കുട്ടികൾ, അപ്പൊ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഈ സക്സസ് എന്ന് പറയുന്ന ക്രേസ്. നിങ്ങളെല്ലാം എൻ്റെ പ്രായമുള്ള ഒരുപാട് പേര് കാണും ഇവിടെ. അന്ന് ഒരു കല്യാണത്തിനും പാക്കേജ് ചോദിക്കത്തില്ലായിരുന്നു. ഇപ്പൊ യു കനോട്ട് ബിലീവ് ഇറ്റ്. ഞാൻ 24-25 വയസ്സുള്ളവരോട് ചോദിക്കുമ്പോൾ എന്താണ് കല്യാണം കഴിക്കാത്ത മോനെ അല്ലെങ്കിൽ മോളെന്ന് ചോദിച്ചാൽ പറയും, സാറേ അതിനുള്ള പാക്കേജ് ഇല്ല എന്ന് പറയും. കാരണം അപ്പൊ അവരുടെ ടൈം എന്ന് പറഞ്ഞാല് ദ നോഷൻ ഹസ് ചേഞ്ച്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻസിനിടയിൽ എന്തുകൊണ്ട് ഫെർട്ടിലിറ്റി കുറയുന്നു? യു സ്പെൻഡ് മോസ്റ്റ് ഓഫ് കേരളത്തില് ഇപ്പൊ അടൂർ വളരെ ഫേമസ് ആയിട്ട് ലൈഫ് ലൈൻ, ഇപ്പൊ അത് മൾട്ടി സ്പെഷ്യാലിറ്റിയാണ്. ബോധിരാമിൽ താമസിച്ച് ഒരുപാട് പേർക്ക് കുട്ടികളുണ്ടായി ലൈഫ് ലൈനിൽ പോയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നീ ലീവ് എടുത്ത് ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഇനിയിപ്പൊ ഞാൻ ഹൗ ഡു യു ഡു ടൈം മാനേജ്മെന്റ് ഡെയിലി? ഇത് തന്നെയാണ്. കാരണം 24 മണിക്കൂറാണ് നമുക്കുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ 20-80 ആണ്. ഇഫ് യു റിയലി യൂസ് യുവർ 20% ഓഫ് ദ ടൈം, അതായത് എന്താണ്, 24-ന്റെ
ഒരു 5 മണിക്കൂർ നന്നായി ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്താൽ യു ഗെറ്റ് എ റിട്ടേൺ ഓൺ 80%. അപ്പം ഞാനെപ്പോഴും എൻ്റെ ഓഫീസിൽ ചിലർ 5 മണി വരെ ഇരിക്കും. ഒരാൾ എൻ്റെ ഓഫീസിൽ UN വന്നപ്പം ഒരു ഇന്ത്യൻ കുട്ടി, ഈ കുട്ടി 11:30 വരുന്നത്. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഓഫീസിൽ ലൈറ്റ് കാണാം രാത്രി 10:30. എന്നിട്ട് ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇറ്റ്സ് ടോട്ടലി മിക്സ്ഡ് അപ്പ് യുവർ ടൈം. അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ഒരുപാട് സമയം എടുക്കും. ഞാൻ പറഞ്ഞു ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇഫ് യു ആർ ഫോക്കസ്ഡ് യു ക്യാൻ ഡു തിങ്സ് വിത്ത് 5 hours. ഒരു കാര്യം ചെയ്യാം. അപ്പം പലർക്കും അറിയില്ല, എന്നെ അറിയാവുന്ന പലർക്കും അറിയില്ല, ഞാൻ ഫുൾ ടൈം ഓക്സ്ഫാം എൻ്റെ ഇന്റർനാഷണൽ ഡയറക്ടറാണ്. 10-20,000 സ്റ്റാഫിനെ നിയന്ത്രിക്കുന്ന ഒരു ആളാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലർക്കും അറിയില്ല. ഞാൻ മിക്കവാറും 5:30 രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 5:30 എണീറ്റാൽ ഒരു അരമണിക്കൂർ ഇറ്റ് ഈസ് ഫോർ മൈസെൽഫ്. ഇന്നാൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക, ഒരു എക്സസൈസ്, മൈൽഡ് എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് ഞാനൊരു ചായ കുടിക്കുന്നത്. നിങ്ങൾ എൻ്റെ എഴുത്തുകൾ ശ്രദ്ധിച്ചാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത്. Nobody knows that I don't spend more than 15 to 20 minutes on social media in the morning. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോകും. എന്തായാലും ഒരു മൈൽഡ് എക്സസൈസ്, ദാറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ക്യാൻ ബി വാം അപ്പ്. അപ്പോൾ നമ്മുടെ ഒരു എനർജി എല്ലാം വരും അതെല്ലാം ആയിട്ട് കഴിയുമ്പോഴത്തേന്. ഞാനൊരു 6:30-ക്കും നിങ്ങളിപ്പോൾ നോക്കിയ 7:30-ക്കും ഇടയ്ക്കായിരിക്കും ഞാൻ എൻ്റെ മിക്കവാറും. അപ്പം ഞാൻ ആദ്യം പത്രം വായിക്കും, ഒരു 6 പത്രം വായിക്കും ഞാൻ ദിവസം, ഇൻക്ലൂഡിങ് BBC, CNN, മനോരമ, മാതൃഭൂമി പത്രങ്ങളെല്ലാം നോക്കും. ഓൺലൈനിൽ ഓടിച്ചിട്ട് നോക്കും. അപ്പം അതുകൊണ്ടാണ് പണ്ടൊരു പത്രം വായിക്കാൻ ഒരുപാട് സമയം വേണം. ഇപ്പം നമുക്കൊരു 20 minutes ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് നടക്കുന്ന സംഭവമെല്ലാം അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ എഴുതുന്നതെന്ന് പറഞ്ഞാൽ പലരും ചോദിക്കും എന്താണ് ഇത്. സത്യം പറഞ്ഞാൽ എൻ്റെ മലയാളം ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു മെൻ്റൽ എക്സസൈസാണ് അത് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട്. അത് പലപ്പോഴും പല രീതിയിൽ പലതായിരിക്കും എഴുതുന്നത്. പക്ഷേ ഞാൻ എഴുതിയ എല്ലാം കൂടെ ഒരു പുസ്തകമായി. ഇനിയിപ്പോൾ ഞാൻ എഴുതിയ എല്ലാം കൂടെ ഡോക്യുമെൻ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 8 പുസ്തകത്തിനുള്ള കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ എഴുതാൻ തുടങ്ങിയത് JS അടൂർ എന്ന് എന്നെ അറിയാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൽ UN നിങ്ങളുടെ പേരിൽ രാഷ്ട്രീയവും സാമൂഹികവും ഒന്നും എഴുതാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് മുരളി പുള്ളിയുടെ പേര് മുരളി തുമ്മറക്കുടി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷെ പുള്ളിയുടെ യഥാർത്ഥ പേര് വേറെയാണ്. എന്ന് പറഞ്ഞ JS അടൂർ ആരാന്ന് ചോദിച്ചാൽ ഇന്റർനാഷണലി എന്നെ അറിയാവുന്ന ആർക്കും അറിയത്തില്ല ഞാൻ JS അടൂരാണ്. പക്ഷെ മലയാളത്തിൽ ഇപ്പം ജോൺ സാമുവൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് അറിയത്തില്ല, JS അടൂർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. എൻ്റെ സോഷ്യൽ മീഡിയ റൈറ്റിംഗ് കൊണ്ട് പലരതെടുത്ത് എഴുതുകയും ടെലിവിഷൻകാരങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ JS അടൂരായി. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കും, ഇപ്പം പലപ്പോഴും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിഷയമേ അല്ല. 5 പേര് ലൈക്ക് ചെയ്താൽ കാരണം ഞാനൊരു മെൻ്റൽ ഡയറിയാണ് എഴുതുന്നത്. അപ്പോൾ പതുക്കെ അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ചില സാധനം ഞാനിങ്ങനെ തുടർച്ചയായിട്ട് എഴുതും. അതെല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഐ മേ ഹാവ് ഇനഫ് ഫോർ 10 books. അപ്പോൾ അത് എൻ്റെ ബ്ലോഗിൽ ചിലതിൻ്റെ അകത്ത് കാണും. നിങ്ങൾ ബോധിരാം ബ്ലോഗിൽ നോക്കിയാൽ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള എഴുത്തുകൾ കാണും. അത് ഞാൻ ചെയ്യുന്നത് ഒരു ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് സാധനമാണ്. അത് ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ബ്രെയിനിനുള്ള ഒരു എക്സസൈസ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. പലരും അത് ഞാൻ ഈ മംഗ്ലീഷ് കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അതിൻ്റെ അത് നിങ്ങൾ നോക്കിയറിയാം, അതിൻ്റെ ചിലപ്പോൾ ഈ തെറ്റുകൾ വരും. കാരണം എനിക്ക് അതും കൂടെ ഞാൻ പറയാം. ഞാൻ ഈ എന്താ പറയുക, ലാപ്ടോപ്പ് ഏതാണ്ട് 30 വർഷമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഡീസ്കില്ലായി. ഒപ്പിടാനല്ലാതെ മലയാളമൊക്കെ എഴുതാൻ എനിക്ക് കൈകൊണ്ട് എഴുതാൻ വലിയ പ്രയാസമായിരുന്നു. അപ്പം ഞാനിപ്പം മംഗ്ലീഷിലാണ് മൊത്തം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അപ്പം ഈയും ഒക്കെ പ്രശ്നമായിട്ട് വരും. പക്ഷെ ഞാനിപ്പം സ്ലോലി ഐ ഹാവ് ഗോട്ട് ടു ദാറ്റ് മീഡിയം. അപ്പോൾ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചത് അത് ഫോർ മീ ഇറ്റ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. എൻ്റെ ബ്രെയിനിന് രാവിലെ കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. എൻ്റെ ഓർമ്മകൾക്ക് രാവിലെ കൊടുക്കുന്ന എക്സസൈസ്. എൻ്റെ എക്സ്പ്രഷന് ഒരു റൈറ്റിംഗ് സ്കിൽ, എനിക്ക് മലയാളത്തിൽ റൈറ്റിംഗ് സ്കിൽ വീണ്ടെടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറയാണ്. ഞാൻ എന്നിട്ട്
ഈ രാവിലെ ഈ സാധനം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദെൻ ഐ റീഡ് ഒരു പിന്നെ ഓൺലൈനിൽ മാത്രമല്ല എല്ലാ എല്ലാ പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞില്ലയോ 2 പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആ നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകം, പിന്നെ ഞാൻ ഈ ആയുസിൻ്റെ മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്നത് രണ്ടാമത് ഒന്നുകൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ ഒരു 1/4 മണിക്കൂർ ബുക്ക് വായിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഐ വിൽ ഹാവ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ഞാൻ 9-നും 10-നും ഇടയ്ക്കാണ് മീറ്റിങ്ങുകൾ കാണുന്നത്. ചിലപ്പോൾ 10 മണിയൊക്കെ ആകും. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് ഞാനൊരു 1 മണിക്കൂർ വളരെ ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ 10 മണി 9:30 തൊട്ട് 10:30 11:30 വരെ ഒരാളും ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ മൊബൈൽ നോക്കില്ല. എന്നെ നിങ്ങൾ ഫോൺ ചെയ്താൽ കിട്ടില്ല. ഞാൻ അന്നേരം ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. പലപ്പോഴും ഞാൻ ചിലപ്പോൾ ഞാൻ മൊബൈലിൽ എഴുതാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസ് പ്രധാന കാര്യങ്ങൾ കൺസെപ്റ്റ് നോട്ടും എല്ലാം ഞാൻ എഴുതുന്നത് രാവിലെയാണ്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് ഞാൻ ഇഫ് യു ദോസ് ഹു വാച്ച് മീ വെരി കെയർഫുള്ളി ഐ ആം ലെസ് ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ, പക്ഷേ ഐ ആം വെരി ആക്റ്റീവ് ഓൺ മൈ വർക്ക്. അപ്പോൾ അത് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ ആ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ ഈ 20/80 എന്ന് പറയുന്നത്. അപ്പം 24 മണിക്കൂറിൻ്റെ 2.4 മണിക്കൂർ 5 മണിക്കൂറാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. 5 മണിക്കൂറിലായത് ഒരു 3 മണിക്കൂർ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ വർക്കിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 20/80. 20% യു റിയലി ഫോക്കസ് വർക്ക്, ഇറ്റ്സ് ഇമ്പാക്ട് ഈസ് 80%. അതുപോലെ രണ്ടാമത് ഞാൻ ചെയ്യുന്നത്, അപ്പം ഞാൻ ഇപ്പോഴേ ബൈ ആൻഡ് ലാർജ് ഞാൻ ഐ ടേക്ക് ഐ നെവർ യൂസ് ടു ഡേ വാട്ട് യു കോൾ എ പവർ നാപ്പ്. അത് ഞാൻ ഒരു 20 മിനിറ്റ്സ് കിടക്കും ഉച്ചയ്ക്ക്. വീണ്ടും ഞാനൊരു 3 മണി 2:45 3 മണി തൊട്ട് വീണ്ടും ഒരു 5 മണി വരെ വർക്ക് ചെയ്യും. ആ 5 മണി ആ സമയത്തെല്ലാം ഞാൻ പറഞ്ഞില്ലേ 5 മണിക്കൂറിൻ്റെ അകത്ത് എൻ്റെ 8 മണിക്കൂർ വർക്കിൻ്റെ അകത്ത് ഒരു 3-4 മണിക്കൂർ ഫോക്കസ്ഡ് വർക്കും ബാക്കിയുള്ള എല്ലാം മീറ്റിങ്ങുകളുമായിരിക്കും. അപ്പം ദാറ്റ് ഈസ് ഞാൻ വളരെ കൃത്യമായിട്ട് 36 മണിക്കൂർ അത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആണ്. ഞാൻ ആളുകളെ കാണുന്നതും അത് കഴിഞ്ഞാണ് എൻ്റെ വൈകുന്നേരം സാമൂഹ്യ പ്രവർത്തനം, പാർട്ടി പ്രവർത്തനം, ഇതുപോലുള്ള മീറ്റിങ്ങുകൾ എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ഉറങ്ങുന്നത് 6 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ദാറ്റ് വാസ് ഓൾസോ അഫക്റ്റഡ് മൈ ശൈലീ രോഗങ്ങൾ പറയുന്നത്. ഈ 4 മണിക്കൂർ ഉറങ്ങാന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു 2-3 മണിക്കൂർ ഒരു ദിവസം വായിക്കും, അല്ലെങ്കിൽ യാത്രയിലായിരിക്കും, പ്ലെയിനിലായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഉറക്കം. ഇപ്പം ഞാൻ ഐ ഇൻസിസ്റ്റ് ദാറ്റ് ഐ സ്ലീപ്പ് 6 to 8 hours എ ഡേ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോഡി ക്ലോക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ആവശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ക്വാളിറ്റി ടൈം നീഡ്സ് ടു ബി സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മിക്കവാറും വൈകിട്ട് 5:30 കഴിയുമ്പോഴത്തേന് ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ പാർട്ട്ണർ, മൈ വൈഫ്. ഞാൻ എന്താ പറഞ്ഞ ഡ്രൈവിന് പോവും, മ്യൂസിക് കേൾക്കും, ഹിന്ദി മ്യൂസിക് കേൾക്കും. അപ്പം വി ജസ്റ്റ് ഗോ ഔട്ട്, സംടൈംസ് വി ഹാവ് എ ടീ. അത് ഞങ്ങളുടെ ക്വാളിറ്റി ടൈം. അതിൻ്റെ അകത്ത് നമ്മൾ ആരോടും കോംപ്രമൈസ് ചെയ്യില്ല. ആസ് ലോങ് ആസ് ഷീ ഈസ് ഹിയർ. 5 മണി തൊട്ട് രാത്രി 10:30, ചിലപ്പം വൈകിട്ട് ഞങ്ങൾ ചിലപ്പം രണ്ടുപേരും കൂടെ 1 മണിക്കൂർ അല്ലെ 40 മിനിറ്റ് നടക്കും വൈകുന്നേരം ഞങ്ങളുടെ തന്നെ കോമ്പൗണ്ടിൽ. അത് കഴിഞ്ഞിട്ട് വി ബേസിക്കലി ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണുമെങ്കിൽ ആ സിനിമ കാണും. വളരെ സെലക്റ്റീവാണ്. അപ്പോൾ ബേസിക്കലി ഈ ഇതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് ടെല്ലിങ് ഹൗ ഐ arrange time. But in my case, I have a larger perspective about the time. ഇപ്പം ഈ വർഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കുണ്ട്. ചിലര് ഈ ടാസ്ക് മാനേജേഴ്സ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഞാനിപ്പം UN ഉണ്ടായിരുന്നപ്പം ഞാൻ പഠിച്ചൊരു കാര്യം, വൈറ്റ് ആളുകളെല്ലാം രാവിലെ വന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയ സ്റ്റിക്കർ അവരുടെ ലാപ്ടോപ്പിൽ ഇതുപോലെ വെച്ചിട്ട് ആ ലാപ്ടോപ്പിൽ വെച്ചിട്ട് അന്ന് ചെയ്യേണ്ട ടാസ്ക് എല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യും.
ഐ ഹവ് സീൻ ഇറ്റ്. ആ ടാസ്ക് ഓറിയന്റഡ് അവർ. അപ്പം വൺസ് ദ ടാസ്ക് ഈസ് ഡൺ, ദേ ആർ ഹാപ്പി. അവർ പിന്നെ ലാപ്ടോപ്പ് അടച്ച് വീട്ടിൽ പോകും. അവരുടെ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ ആൻഡ് വെൻ ദ ടാസ്ക് ദേ ആർ ടാസ്ക് ഡ്രിവൺ. ഞാനും അത് ശീലിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ അന്താരാഷ്ട്ര ഇതിലാണ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ്. അപ്പൊ ഇന്ന് എന്തൊക്കെ കാര്യം ചെയ്യണം. പക്ഷെ ഞാൻ സാധാരണ ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഈ 5:30 എണീറ്റ് ഒരു 1/4 മണിക്കൂർ എൻ്റെ ഒരു മെന്റൽ സ്പേസ് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്കൊരു ധാരണയുണ്ട്. അപ്പൊ ആ ധാരണയിൽ നിങ്ങളിപ്പം നോക്കിയാൽ ഞാൻ ഒരിക്കലും എന്താ പറഞ്ഞേ എഴുതി സംസാരിക്കില്ല, എക്സ്റ്റംബറാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇന്ന് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയാൻ സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, ഒരു പവർ പോയിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്കും ഗൂഗിൾ ചെയ്യാം, എനിക്കും ഗൂഗിൾ ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഞാനതല്ല. ഇന്ന് രാവിലെ എണീറ്റ് ഇന്ന് ഈ ചർച്ചയിൽ പറയേണ്ട കാര്യം ഞാനൊരു 15 മിനിറ്റ് എൻ്റെ മനസ്സിൽ ആലോചിക്കും. വാട്ട് ഈസ് ദ ടേക്ക് ഐ ഷുഡ് ഡു ഇറ്റ്. ഞാനൊക്കെ എല്ലാ കാര്യത്തിലും അതാണ്. രാവിലെ തന്നെ ഞാനത് തീരുമാനിക്കും മെന്റലി. വാട്ട് ആർ ദ തിങ്സ് വിച്ച് ഐ ഷുഡ് ഡു. ചിലരെ സംബന്ധിച്ചിട്ട് ദേ ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ചിലരെ സംബന്ധിച്ചിട്ട് അതൊരു മെന്റൽ ഡിസിപ്ലിൻ ആയതുകൊണ്ട് ഐ ഡോണ്ട് നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ചിലർ സ്പീച്ചസ് റൈറ്റ് ഇറ്റ് ഡൗൺ ചെയ്യും. എൻ്റെ സ്പീച്ചസ് മെന്റൽ ഇതായതുകൊണ്ട് ഇതായിരിക്കും. സോ ബേസിക്കലി ലെറ്റ് മീ സം അപ്പ് സെയിങ് ദാറ്റ് ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കുന്ന ധാരണകളാണ്. ഭൂമിയുടെയും സൂര്യൻ്റെയും മൂവ്മെന്റ് അനുസരിച്ച് രാത്രിയും വെളിച്ചമുള്ള വെളിച്ചത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വെച്ച്. രണ്ടാമത് നമ്മുടെ ലൈഫും ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ. എത്ര ദിവസം നമുക്കുണ്ട്, ഹൗ ലിമിറ്റഡ് അവർ ടൈം എന്ന് പറയുന്നത്. വെറും 14,000 ദിവസമേ നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ 12,000 ദിവസമേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതിനൊക്കെ നമ്മുടെ കൺസെപ്റ്റ് മാറും. ആ ലാർജർ സെൻസ് ഓഫ് ടൈം വരുമ്പോൾ നമ്മൾ വളരെ ഹമ്പിൾ ആയിരിക്കും. കാരണം നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആണ് നമ്മൾ തിരിച്ചറിയും. പിന്നത്തെ ഒരു കാര്യം, എങ്ങനെയാണ് ഡിസിപ്ലിൻ, ഹൗ ഡിസിപ്ലിൻ ടൈം ഗെറ്റ് ഡിസിപ്ലിൻഡ് ഡിവൈഡഡ്. To sum it up saying that what matters is life. നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു, ആ ജീവിക്കുന്നതിൻ്റെ ക്വാളിറ്റി എങ്ങനെ, ആ ക്വാളിറ്റിയിൽ നിങ്ങൾ വാട്ട് ഈസ് ദ ട്രേഡ് ഓഫ് യു ഹാവ് വിത്ത് ടൈം. ഈ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയും, പ്രൊഫഷണലിസം ഈസ് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അതാണ് പ്രൊഫഷണലിസം. നിങ്ങളുടെ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട്, എങ്ങനെ ക്രിയേറ്റീവായിട്ട്, എങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ഇത് ചെയ്യുന്നുള്ള. അല്ലാതെ നിങ്ങൾ 16 മണിക്കൂർ അല്ലെ 18 മണിക്കൂർ ജോലി ചെയ്യുന്ന അല്ല എൻ്റെ കാര്യം. 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങളുടെ ഫുൾ വാട്ട് യു കോൾ ക്രെഡൻഷ്യൽസ്. നമ്മളൊക്കെ അറിയാം, ബ്രെയിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന പിന്നെ ഓർഗൻ. ഭയങ്കരമായിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്ന ഓർഗൻ ബ്രെയിനാണ്. അപ്പം നമ്മൾ അവിടെ തന്നെ നമുക്കറിയാം, വെൻ യു ആർ ടയർഡ് ടേക്ക് എ ബ്രേക്ക്. ഞാൻ പുസ്തകം വായിക്കുമ്പോൾ തൊട്ട് പോലും വെൻ ഐ ഫീൽ ദാറ്റ് ഒരു 15-20 മിനിറ്റ് ഞാൻ വായിക്കുമ്പം ഐ ടേക്ക് എ ബ്രേക്ക്. കാരണം എന്ന് പറഞ്ഞാൽ യു നീഡ് എ ബ്രേക്ക്, യുവർ ബ്രെയിൻ നീഡ്സ് എ ബ്രേക്ക്. അതും നമ്മൾ ചെയ്യണം. ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓഫീസിലാണെങ്കിലും 1 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം. ഇതൊക്കെ പിന്നെ നമ്മുടെ വെൽബീയിങ്ങിൻ്റെ ഭാഗമാണ്. സോ ഐ വുഡ് സേ ദാറ്റ് ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ യു ആർ ഷെയറിങ് യുവർ ടൈം. Because love is about sharing and caring for others. When you say I love a person means the question is how much time we are spending with our children, how much time we are spending with our partners, how much time you are spending with your parents, elderly parents. അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ ചോദിച്ചാലേ ഈ സമയത്തിൻ്റെ എത്തിക്സ്, സമയത്തിൻ്റെ എഫിഷ്യൻസി, സമയത്തിൻ്റെ എഫക്റ്റീവ്നെസ്, ഈ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതിനപ്പുറം how do you really make your time worthwhile? നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം ഇറ്റ്സ് worthwhile. നിങ്ങളുടെ ജീവിതം എങ്ങനെ worthwhile ആണെന്ന് കൂടെ ആലോചിക്കണം. അല്ലാതെ ഈ 24 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് നോഷൻസ് ആണ് നമ്മുടെ. പക്ഷെ നമ്മൾ ജീവിക്കുമ്പം
Are we sharing our time? Are you caring for our others? How much time you are spending for others? എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. വിത്ത് ദാറ്റ് ഐ വുഡ് താങ്ക് എവരിബഡി. താങ്ക് യു സാർ. ജോൺ സാമുവൽ സാറിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എന്ന പ്രഭാഷണം ഒത്തിരി വിജ്ഞാനപ്രദമായിരുന്ന ഒരു പ്രഭാഷണമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ വെബിനാറിൽ പങ്കെടുത്തവർക്കറിയാം, നമ്മൾ കാര്യക്ഷമതയുടെ ഏണിപ്പടികൾ, ലാഡർ ഓഫ് എഫിഷ്യൻസി, ആ ഒരു വെബിനാറിനെ പറ്റി നമ്മൾ കേട്ടല്ലോ. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നു പൂർത്തീകരിച്ചത് ഇന്നത്തെ ഒരു വെബിനാർ കേട്ടതോടുകൂടിയാണ് എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുകയാണ്. കാരണം അതും ഇതും കൂടെ നമുക്ക് കമ്പയർ ചെയ്താൽ നമ്മളുടെ ഒരു ജീവിതം എപ്രകാരം ഈ തിരക്ക് പിടിച്ച സമയത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. സാറ് അതിൻ്റെ തുടക്കം തന്നെ എന്താണ് സമയം എന്ന് പറഞ്ഞിട്ടാണ് സാറ് ആരംഭിച്ചത്. ഒരുപക്ഷെ നമ്മൾ സമയത്തെയൊക്കെ വർഷങ്ങളായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ സാറ് നമ്മളുടെ ജീവിതത്തെ ദിവസങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നമുക്ക് 14,000 ദിവസം മാത്രമേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം. അതിൽ തന്നെ നമുക്കൊരു 7,000 ദിവസം നമ്മൾ ഉറക്കത്തിനും മറ്റുമായിട്ടൊക്കെ അങ്ങനെ ഒരു ദിവസങ്ങളുടെ കണക്ക് വന്നപ്പോൾ എത്രത്തോളം ചുരുങ്ങിയതാണ് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സമയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ സമയത്തെ നമ്മളുടെ വേദപുസ്തകവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അതിലെ വാക്യങ്ങളൊക്കെ പ്രാരംഭമായിട്ട് പറഞ്ഞത് തന്നെ ഒരു വിശ്വാസ സമൂഹത്തിന് വളരെയധികം പ്രയോജനമുള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സാറ് പറഞ്ഞല്ലോ, സമയം എപ്പോഴും ലിമിറ്റഡ് ആണ്. സമയം ഒരിക്കലും അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയല്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് പിന്നീട് സമയമുണ്ടല്ലോ, എല്ലാം നമ്മൾ പിന്നത്തേക്കും നാളത്തേക്കും മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എപ്രകാരമാണ് സമയത്തെ സാറ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെയും നമ്മൾക്കും അതൊക്കെ മാതൃകയാക്കാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ നമ്മുടെ കുടുംബവുമായിട്ട് നമ്മൾ എപ്രകാരം സമയം ചെലവഴിക്കണം, അതായത് ഫാമിലിയുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നത്, അത് നമ്മുടെ ഒരു ഷെയറിങ് ഓഫ് ടൈം, അത് തന്നെ നമ്മൾ പലപ്പോഴും പ്രാവർത്തികമാക്കാത്ത ഒരു സംഗതിയാണ്. ഇന്നിൻ്റെ ഈ ലോകക്രമത്തിൽ നമ്മൾ കുടുംബവുമായിട്ട് ചെലവഴിക്കുന്ന സമയം തുലവും കുറവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വളരെ വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ അനുഗ്രഹീതമായിട്ടുള്ളൊരു പ്രഭാഷണമായിരുന്നു സാറിൻ്റെ ഇന്നത്തെ പ്രഭാഷണം. നമ്മളുടെ സമയത്തെ എത്രമാത്രം മൂല്യമായിട്ട് പ്രയോജനപ്പെടുത്തണമെന്ന് നമുക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വിഷയത്തെപ്പറ്റി ധാരാളം കാര്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ച് കൂട്ടിച്ചേർക്കുവാനൊക്കെ ഉണ്ടായിരിക്കും. അതിനായിട്ടുള്ള സമയമാണ് നമ്മൾക്കുള്ളത്. ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണല്ലോ നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരുങ്ങാം. എന്നാൽ അതിന് മുൻപ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിനെ പറ്റി നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന VI ജേക്കബ് സാറ് ഇപ്പോൾ പറയുന്നതായിരിക്കും. നമ്മുടെ അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ അടുത്ത വെബിനാർ, അതായത് 248ാമത് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്, ഏപ്രിൽ 19-ാം തീയതി. അന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മിസ്സസ് ഓമന മാത്യു, വികാരി ജനറൽ ഈശോ മാത്യു അച്ഛൻ്റെ കൊച്ചമ്മയാണ്. അന്ന് അവതരിപ്പിക്കുന്ന വിഷയം ഉയർപ്പ് നൽകുന്ന പ്രത്യാശ, ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടെന്നതായിരിക്കും. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ്. താങ്ക് യു VI ജേക്കബ് സാർ. ഇനി നമുക്ക് ഓപ്പൺ ഫോറത്തിലോട്ട് പ്രവേശിക്കാം. സാറിൻ്റെ ഈ ക്ലാസ്സിനെ ആധാരമാക്കി നമ്മൾക്കുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലൊക്കെ നമുക്കിപ്പോൾ പറയാവുന്നതാണ്. നമ്മളുടെ പതിവ് പോലെ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യുന്നവരെ അനുസരിച്ച് നമ്മളെ പേരുകൾ വിളിക്കുന്നതായിരിക്കും. അതല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജായിട്ടും അയക്കാവുന്നതാണ്. നമ്മൾക്ക് ഓപ്പൺ ഫോറത്തിനായിട്ട് ഒരുങ്ങാം. ഇപ്പോൾ ആദ്യമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ശ്രീ രാജു ഫിലിപ്പ് സാറാണ്. രാജു ഫിലിപ്പ് സാറിന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോൾ സംസാരിക്കാം. Good evening, everybody. Special good morning. Good evening to John Samuel, sir. Time management is life management എന്നാണ് സാർ ഇന്ന് ഇവിടെ പഠിപ്പിച്ചത്. വളരെയധികം യാഥാർത്ഥ്യം, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യുന്നത്, ടൈമിനെ നമുക്ക് ടൈം എല്ലാവർക്കും ഒരേ സെയിം ആണ്. ആ ടൈമിനെ മാനേജ് ചെയ്യുന്നത് ലൈഫ് മാനേജ്മെന്റ് ആണെന്നുള്ളത് ഓർക്കുക. നാളെ എന്നുള്ള നീട്ടി വെക്കാതെ, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ നമ്മൾ
ചെയ്യേണ്ടത് അന്നേരം തന്നെ ചെയ്യുക. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ചെയ്യുക. പിന്നെ കൂടുതൽ സമയം ചെലവഴിച്ചു എന്നുള്ളതിലല്ല, 80-20 പ്രിൻസിപ്പിളിനെ കുറിച്ച് സാർ പറഞ്ഞു, അത് കറക്റ്റാണ്. നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു അത് ഫോക്കസ്ഡ് ആയിട്ട് ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഈ 5 മണിക്കൂറിൽ തീർക്കാൻ സാധിക്കും. അല്ലാതെ 10-15 മണിക്കൂർ ഇരുന്ന് വെറുതെ സമയം ഒഴിവായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ വളരെയധികം എന്താ പറയുന്നത് ഇതായിട്ട് മാറുകയാണ്. പിന്നെ ക്വാളിറ്റി ടൈം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സാർ പറഞ്ഞു. തീർച്ചയായിട്ടും സ്വന്തം ജീവിതത്തിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് അവർ പറഞ്ഞു, ഫാമിലിയുമായിട്ട് ക്വാളിറ്റി ടൈം ഉപയോഗിക്കുക. ഇപ്പം ഒരുവൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവനെന്ത് പ്രയോജനം എന്ന് പറയാറുണ്ട്. അതിന് പാരലായിട്ട് പറയുകയാണെങ്കിൽ, ഒരുവൻ സർവ്വലോകം നേടിയാലും അവന്റെ ഫാമിലിയെ, അവന്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തിയാൽ എന്താ പ്രയോജനം? പലപ്പോഴും നമ്മൾ ഈ ഓട്ടത്തില്, ഈ പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തില് നമ്മുടെ ഫാമിലിയൊക്കെ മറന്നു പോവുക ചെയ്യും. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ എല്ലാ ലോകവും നേടിയിട്ടും നമ്മുടെ ഫാമിലിയെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ക്വാളിറ്റി ടൈം ഫാമിലിയുമായിട്ട് ചേർന്ന് ഉപയോഗിക്കണം. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ഈറ്റ് ടുഗദർ. ദ ഫാമിലി ദാറ്റ് ഈറ്റ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ എന്ന് പറയാറുണ്ട്. അതിന് ബേസിക്കായിട്ട് പറയുന്ന ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ. അതിന് പാരലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാമിലി അറ്റ്ലീസ്റ്റ് ഈറ്റ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ. പറഞ്ഞത് ഒരു നേരമെങ്കിലും, പക്ഷേ 3 നേരവും പറ്റുകയോ ഉച്ചയ്ക്കൊന്നും സാധിക്കുകയില്ല, കാരണം ജോലിയുടെ സമ്മർദ്ദം കൊണ്ട്. ഒരു നേരമെങ്കിലും, വൈകുന്നേരം ഒരു സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. ആ സമയം തീർച്ചയായിട്ടും അത് ക്വാളിറ്റി ടൈമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ അന്യോന്യം സ്നേഹവും അതുപോലെ സമയം പങ്കിടാൻ സാധിക്കും. ഇത്രയും ഈ കാര്യങ്ങളൊക്കെയാണ് സാറ് ഇവിടെ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും വളരെ റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ലൈഫ് മാനേജ്മെന്റ് ആണ്, ടൈം മാനേജ്മെന്റ് ലൈഫ് മാനേജ്മെന്റ് ആണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. ഇതിന് പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രത്യേകമായ ചോദ്യങ്ങളൊന്നും ഇല്ല. ബാക്ക് ടു സാറ് ബിന്നി സാർ. താങ്ക് യു രാജ് സാർ. ജോൺ സാമുവൽ സാറിന് എന്തെങ്കിലും ഇതോടനുബന്ധിച്ച് പറയാനുണ്ടോ? No, I would like to hear others. Yeah. ഇനിയും ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിൽസൺ കരിമ്പന്നൂർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സംസാരിക്കും. ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് സാറിൻ്റെ പ്രഭാഷണം കേട്ടത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. വ്യക്തിപരമായ ചില സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത്. അതുകൊണ്ട് ക്ഷമിക്കണം. എന്നാൽ ഈ പ്രഭാഷണം പുള്ളി കേട്ടു നല്ല രീതിയിൽ. കാര്യം എൻ്റെ അടുക്കൽ പലരും ടൈം മാനേജ്മെന്റിനെ പറ്റി ഒരു പ്രഭാഷണം നടത്തണമെന്ന് കുറെ നാളുകളായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പലരോട് അന്വേഷിച്ചിട്ട് അവസാനം 1-2 പേര് സാറിന്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് സാറിലേക്ക് ഞാൻ എത്തിയത്. പലരും എനിക്ക് തോന്നുന്നത് ഉദ്ദേശിച്ചത് കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ടൈമിനെ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കാം എന്ന രീതിയിൽ പറയാമെന്നായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്നോട് ചോദിച്ച് 1-2 പേര് ആ രീതിയിലായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സാറ് വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിലൊക്കെ ഒരു ഉന്നതമായ ഒരു മാനത്തിലേക്ക് അത് ഉയർന്നു. കാരണം വെറും ഒരു ടൈമിനെ ഇങ്ങനെ ഏതാനും നമ്പറുകളുടെ തരംതിരിവില് ഒതുക്കുന്നതിനേക്കാള് അതിനൊരു ആത്മീയ അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു അവസ്ഥയിലേക്കും ഒരു പ്രതിബദ്ധതയുള്ള ഒരു അവസ്ഥയിലേക്കും സമയത്തെ ഉപയോഗിക്കണമെന്ന് സാർ വളരെ 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 ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും വലിയ വിജയം. കാരണം ഒരു നമ്പറുകളിൽ ഒതുക്കാതെ പ്രമാണങ്ങളിലേക്ക് അത് ഉയർത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വിജയം. ഞാൻ അതിന് സാറിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ജീവിതത്തിൽ ഒരു ദർശനവും കാഴ്ചപ്പാടും ഒരു ലക്ഷ്യബോധവും ഉള്ളവർക്കേ ഈ ടൈം പോലും ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ തെളിവും ആണ് സാറിന്റെ വ്യക്തി ജീവിതവും പ്രഭാഷണവും. തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഞാൻ ഈ കേട്ടതിന്റെ വെളിച്ചത്തില് എന്നാലും 1-2 ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വന്നായിരുന്നു. സാറ് പറഞ്ഞ ഒരു കാര്യം, സാറിന്റെ മൊത്തമുള്ള ടൈമിനെ 2080 എന്നുള്ള നിലയിലാണ് സാർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. 20% അല്ലെ ഉപയോഗിച്ചാൽ 80% നയിക്കുവാൻ തക്കവണ്ണം നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ്. അപ്പം സാധാരണ ഒരു 5-5.5 മണിക്കൂർ ഉപയോഗിച്ചാൽ മതി. അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു സൂചനയാണ് പറഞ്ഞത്. പക്ഷേ
ഇത് എല്ലാവർക്കും പറ്റുമോ എന്നൊരു സംശയം. അതായത് സാറിനെ സംബന്ധിച്ച് സാറ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ കറക്റ്റ് ടൈം, ആ സമയത്ത് ടെലിഫോൺ വന്നാൽ പോലും എടുക്കുകയില്ല എന്നൊരു സൂചന ആ പ്രഭാഷണത്തിലുണ്ടായിരുന്നല്ലോ. അത് സാധിക്കുമോ? പലപ്പോഴും ഞങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഈ ഇതുപോലുള്ള ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനിടയിൽ ടെലിഫോൺ വരിക, അല്ലെ മറ്റ് ദൈനംദിന ആവശ്യങ്ങൾ ചാടി വരിക, അതിൻ്റെയൊക്കെ പുറകെ പോകും. അങ്ങനെ അങ്ങ് ഉറച്ച ഒരു ടൈം ഈ 5 മണിക്കൂർ എടുക്കാൻ എല്ലാവർക്കും സാധിക്കുമോ? അങ്ങനെ സാധിക്കാത്തവർ കൂടുതൽ ഈ ടൈം 80-20 നിന്ന് ഒരു 60-40 പോകുന്നതല്ലേ ബെറ്റർ? ഇതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. അതൊരു ചോദ്യമായിട്ട് ഒന്നാമത്. രണ്ടാമത്തെ ചോദ്യമായിട്ട് മനസ്സിൽ വന്നത്, സാറ് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തതായിട്ടും പല രീതിയിലുള്ള ജോലികൾ, അതായത് പത്രപ്രവർത്തനം, അധ്യാപകന്, UN-ന്റെ പ്രവർത്തനം, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാറ് പ്രവർത്തിച്ചു. അത് ഒരു സാറിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. സാറിന്റെ ജീവിത വിജയത്തിന് അത് ഉപകരിച്ചു എന്ന് തന്നെ പറയാം. അത് സാറൊരു മൾട്ടി ടാലന്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അത് സാധിച്ചത്. അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെ എല്ലാ വ്യത്യസ്തമായ ടാലന്റ് ഉള്ളവരല്ലല്ലോ. അപ്പം ഈ അധികം ടാലന്റ് ഇല്ലാത്തവര് ഒരൊറ്റ ജോബിൽ കേന്ദ്രീകരിച്ച് പോകുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ ഉള്ളത് പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോകത്തില്ലേ എന്നുള്ളതാണ് രണ്ടാമത് ഉള്ള ഒരു ചോദ്യം. മൂന്നാമത്തെ ഒരു ചോദ്യം, സാറ് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി കാര്യമായിട്ട് ഒരു നോട്ടും എഴുതത്തില്ല. ഒരു നോട്ടും എഴുതാതെ ഒരു 15 മിനിറ്റ് നേരത്തെ അതൊരു ആലോചിച്ച് ശരിക്കും ഒരു ചിന്തിച്ച് ആ സമയത്ത് അവതരിപ്പിക്കുക എന്നുള്ളത്. അത് വലിയൊരു നല്ല മെത്തേഡാണെങ്കിൽ പോലും സാറിന് അത് പൂർണ്ണമായിട്ട് പറയാൻ ഉദ്ദേശിച്ച എല്ലാ സംഭവവും, എല്ലാ പോയിന്റുകളും അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുമോ? ചിലതൊക്കെ മറവി ഉണ്ടാകത്തില്ലേ? ഈ സാധാരണക്കാർക്കൊക്കെ ഉള്ള പ്രശ്നം, അവരെന്തുകൊണ്ടാണ് നോട്ട് ചെയ്യുന്നത് അല്ലെ എഴുതുന്നെന്ന് പറയുന്നതിന്റെ കാരണം ഈ മറവി തന്നെയാ. അപ്പം സാധാരണ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഏജൊക്കെ കൂടുമ്പോൾ മറവിയൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പം ഇങ്ങനെ നോട്ട് എഴുതാതെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ സാധാരണക്കാർക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നോട്ട് എഴുതി വിഷയം അവതരിപ്പിക്കുന്നതല്ലേ കൂടുതൽ ബെറ്റർ? സാറിന്റെ ഒപ്പീനിയൻ അറിയാൻ താല്പര്യമുണ്ട്. ഇതൊരു ചോദ്യത്തിന് വേണ്ടി ചോദിക്കാൻ വേണ്ടിയല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ചോദ്യം. അല്ല, ഞാന് ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, അത് മനസ്സിലാകും. അപ്പം ഞാൻ പൊതുവെ ഞാൻ ഈ ഫോർമുലകളിൽ വിശ്വസിക്കുന്ന ആളല്ല. കാരണം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ ഒരു ഇതിൽ വളർന്ന ഒരാളാണ്. അതുപോലെ ആയിരിക്കത്തില്ല വിൽസൺ. അപ്പം വി നീഡ് ടു ഡിസ്കവർ അവർ സെൽഫ്. നമ്മുടെ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താ, സാറ് പറഞ്ഞില്ലേ എഴുതുക എന്ന് പറഞ്ഞു. നമ്മുടെ സ്കൂളുകളിൽ they don't really help us to think. What matters is how to think and what to think. നമ്മളൊരു ആപ്ലിക്കേഷൻ വരുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെമ്മറൈസ് ചെയ്ത് എഴുതുകയാണില്ല. വിദ്യാഭ്യാസം പുട്ടുകുറ്റിയ പോലെയാന്ന് പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞാൽ അവനോട് ചോദിച്ചാൽ അവനൊന്നും ഒരു കാര്യം അറിയത്തില്ലായിരിക്കും. അപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രഹിക്കുക എന്ന് പറയുന്ന സാധനം, അതിന് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും, അതിനെക്കാട്ടി കൂടുതൽ വളരെ അർത്ഥമുള്ള കാര്യമാണ്. ഇപ്പം സാധാരണ ഗൂഗിൾ നോക്കി ബൈബിള് പഠിക്കുന്നവനും ബൈബിള് നന്നായി പഠിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് 90-ാം സങ്കീർത്തനം കാണാതറിയാം. അപ്പം എനിക്ക് 90-ാം സങ്കീർത്തനത്തിൽ 12-ാം വാക്യം എന്താണെന്ന് ചോദിക്കുക, എനിക്ക് അതിന് വേണ്ടി ഈ നോട്ട് എഴുതേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ സഭാപ്രസംഗി 3:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അകത്ത് നോട്ട് എഴുതേണ്ട കാര്യമില്ല. കാരണം ഞാൻ ബൈബിൾ ഒരു 7-8 പ്രാവശ്യം വായിച്ച് ഈ വായിക്കുന്നത് ഗ്രഹിക്കുന്ന, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഞാനപ്പോൾ ആ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ ഞാൻ റിയലി അബ്സോർബ് ഇറ്റ്. ഭയങ്കര അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃത്യമായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ വി റിയലി ഡോണ്ട് ഫോക്കസ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താ അറിയാം,
രാവിലെ ഞാൻ എന്തെങ്കിലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് എഴുതും. ഫേസ്ബുക്കിലായിരിക്കും, മറ്റേ വേറെ എന്തിനായിരിക്കും. ആ സമയത്ത് ഞാൻ ഫോൺ എടുക്കത്തില്ല. ഒരുപാട് പേര് വിളിക്കും, ഐ വിൽ നോട്ട്, ബിക്കോസ് അത് പോകുമ്പോഴത്തേന് മൈ ട്രെയിൻ ഓഫ് തോട്ട് ഗെറ്റ് അഫക്റ്റഡ്. പക്ഷെ ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. സോ ചിലരെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന പലരുണ്ട്. ചിലർക്ക് UN-ലൊക്കെ പ്രസംഗം എല്ലാവർക്കും എഴുതി കൊടുക്കും. എനിക്കും, ഞാനിപ്പോൾ അന്താരാഷ്ട്ര വേദികളിലൊക്കെ പോകുമ്പോൾ എനിക്ക് പ്രസംഗം എഴുതിത്തരും. എൻ്റെ അസിസ്റ്റൻസ് വാട്ട് യു കോൾ സ്പീക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞ് തരും. ഞാൻ ഈ സ്പീക്കിംഗ് നോട്ട്സ് കാറിലിരുന്ന് ഒരു പ്രാവശ്യം കൃത്യമായിട്ട് നോക്കും, ഏതൊക്കെ പോയിന്റ്. പക്ഷെ ഞാൻ അത് മാത്രം റിപ്പീറ്റ് ചെയ്തില്ല, ഞാനത് അപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം വെൻ ഡേ ഹിയർ, എൻ്റെ അസിസ്റ്റൻസ് എല്ലാം കേൾക്കുമായിരിക്കും. ആസിയാൻ കോൺഫറൻസിലോ ഞാൻ മിനിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. പക്ഷെ ഞാൻ ഈ എക്സ്റ്റംബർ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ആകെപ്പാടെ പേടി. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം വന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഓ യു ഡൺ എക്സലന്റ്. കാരണം പക്ഷെ ഇവരറിയുന്നില്ല, ഇവർ തന്നെ സ്പീക്കിംഗ് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് രാവിലെ വായിച്ച് ഗ്രഹിക്കും. അതിൻ്റെ അത് ഞാൻ എല്ലാം അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ അഡീഷണൽ സാധനം ഇട്ടും അത് പ്രസന്റ് ചെയ്യുന്നത് അവർ എഴുതിയ പോലെ ആയിരിക്കില്ല. അപ്പൊ ഇതിന്റെ ഓരോരുത്തരുടെ സ്റ്റൈലാണ്. പക്ഷെ ചിലര് കൃത്യമായി പ്രസംഗം എഴുതി വായിക്കും, കാരണം ദേ ആർ നോട്ട് വെരി കോൺഫിഡൻറ്റ്. ഇപ്പൊ നമ്മൾ അറിയാം, ശശി തരൂരിന് സ്പീക്കിംഗ് നോട്ട്സ് കാണും, പക്ഷെ ശശി തരൂർ മിക്കവാറും സംസാരിക്കുന്ന എക്സ്റ്റംബർ ആയിരിക്കും. അതേപോലെ നമ്മുടെ ചില MP-മാർ എഴുതി വായിക്കും, വായിച്ചാൽ തന്നെ അവർക്ക് അത് നല്ലപോലെ വായിക്കാൻ അറിയാൻ പറ്റാത്ത കക്ഷികളുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു മെന്റൽ ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് ഐ വർക്ക് 3 to 4 hours ഫോക്കസ്ഡ്, അതിന് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. രാവിലെ ഞാൻ ഇപ്പം നമ്മുടെയൊക്കെ റൂട്ടീൻ ജോബ് ഉണ്ട്. എൻ്റെ മെയിൻ റൂട്ടീൻ ജോബ് എന്താ, അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഈ ഫയല് ഇത് ചെയ്യുക. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ശമ്പള അപ്രൂവ്, ലീവ് അപ്രൂവ്, മൊത്തം അതാണ് ലീഡർഷിപ്പിൻ്റെ. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആശയമാണ്. സോ ഐ റീഡ്, ലോകത്ത് നടക്കുന്ന സംഭവം എനിക്ക് കൃത്യമായിട്ട്. അപ്പം ഞാൻ ഈ 5 മണിക്കൂർ എന്താ പറഞ്ഞ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് ഒരുപാട് പ്രിപ്പറേഷൻ നടത്തും. റൈറ്റ്, ഐ വിൽ ബി റൈറ്റിംഗ് എ കൺസെപ്റ്റ് നോട്ട്. അപ്പൊ ഈ നോളജ് റോളും റൂട്ടീൻ റോളും, അതേപോലെ ഹാൻഡ് കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുത്തന് ഇപ്പൊ ഇത്ര റബ്ബർ വെട്ടണമെന്ന് പറഞ്ഞാൽ അവൻ ആ റബ്ബർ വെട്ടുന്നതിന്റെ കാര്യത്തിൻ്റെ അകത്ത് ആ റബ്ബറിന്റെ ടൈം ഇത്ര 400 റബ്ബർ വെട്ടുമോ 800 റബ്ബർ വെട്ടുമോ എന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പം ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ വൊക്കേഷൻ യു ആർ. ഇപ്പം നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീക്കിൽ അവർ 3 or 4 ക്ലാസ് ആയിരിക്കും എടുക്കുന്നത്. റൈറ്റ്, പക്ഷെ അവരുടെ ഗവേഷണ ആർട്ടിക്കിള് അവർ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാമാണ്. അതേസമയത്ത് നമ്മൾ സ്കൂളുകളിൽ ഒരു സാറിന് 5 ക്ലാസ് കാണും, 4 ക്ലാസ് കാണും. അത് ദാറ്റ് ബിക്കംസ് റൂട്ടീൻ. ദ മോർ യു ഗോ ഹൈ, ദ ലെസ് ക്ലാസ് യു ടേക്ക്. ടോപ്പ് പ്രൊഫസർമാരെന്ന് വെച്ചാൽ ആഴ്ച 3 ക്ലാസ്സിൽ കൂടുതൽ എടുക്കില്ല, പക്ഷെ ആ 3 ക്ലാസ്സിന് വേണ്ടി ഡേ പ്രിപ്പയർ. അപ്പം ഞാൻ പറഞ്ഞത് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് തിങ്സ്. പക്ഷെ നിങ്ങൾ പിന്നെ നോട്ട് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 10-20 കൊല്ലം നോട്ട് ഉണ്ടാക്കി. ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഈ ബൈബിള് വായിച്ച് അല്ലെങ്കിൽ ഫിലോസഫി വായിച്ച് ഞാൻ കോപ്പിയസ് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ശീലിച്ച് വെൻ യു ഗെറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന സാധനം, ആ മാസ്റ്ററി വരുമ്പോഴത്തേന് ദെൻ യു ഡോണ്ട് നീഡ് നോട്ട്സ്. റൈറ്റ്, അപ്പൊ നമുക്കറിയാം, ഒരു ഡോക്ടറിന് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഡെപ്ത് അല്ലേ. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ക്ലിനിക്കൽ ഡെപ്ത് ഉള്ളൊരുത്തന് ഡയഗ്നോസിസ് ചിലപ്പോൾ അവർ റെഫർ ചെയ്യും അവർ കാര്യങ്ങളൊക്കെ. പക്ഷെ ക്ലിനിക്കൽ ഡെപ്ത് ഉള്ള ഒരു മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ ഔസർജൻസ് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതം കോഞ്ഞാട്ടേ ആകും. കാരണം ആ ഒരു ക്ലിനിക്കൽ ഡെപ്ത് വരുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു നോളജ് ഡെപ്ത് വരാൻ സമയമെടുക്കും. സോ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദാറ്റ് ടു യങ് പീപ്പിൾ. ദേ ഹാവ് ടു പ്രിപ്പയർ, ദേ ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, ദേ ഹാവ് ടു ടെൽ വാട്ട് നീഡ്സ് ടു ബി ഡൺ. അത് വ്യത്യാസമാണ്. അതാണ് ശശി തരൂരും ഈ പുതിയ ചില MP-മാരും തമ്മിലുള്ള വ്യത്യാസം. ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ഹി ഹാസ് എ മാസ്റ്ററി ഓവർ ദ ലാംഗ്വേജ്. താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, അടുത്തായിട്ട് ശ്രീ ജോയ് സിയോൽ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനനായ ബെന്നി പരിമണം സാറേ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ യഥാർത്ഥത്തില് ബഹുമാനനായ ജോൺ സാറിന്റെ നാട്ടിൽ
താമസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. അതിനെ ഞാൻ ആദ്യമേ ഞങ്ങളുടെ വീട് വളരെ അടുത്താണ്. 3 മീറ്റിംഗില് ഈ മീറ്റിംഗില് മുൻപ് നടത്തിയ മീറ്റിംഗിൽ വെച്ചാണ് യഥാർത്ഥത്തില്. അപ്പൊ ഞാൻ ആ മീറ്റിംഗിൽ കണ്ടിട്ട് ഞാൻ എന്റെ സാറിന്റെ ഒരു അടുത്ത ഡേറ്റ ജോയി ഡേറ്റയെ ബാൻഡ് വിഡ്ത്ത് കുറവാ നെറ്റ്വർക്കിന്റെ. അതെ അതെ, ബാൻഡ്വിഡ്ത്ത് കുറവായിരുന്നു, കേൾക്കുന്നില്ല. ലെറ്റ് us wait for him. അതെ, ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഇപ്പോൾ. ജോൺ സാറേ നമസ്കാരം. നമസ്കാരം. നല്ല ഒരു പ്രഭാഷണം കേൾക്കാനായിട്ട് ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച് പ്രത്യേകിച്ച് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ശരിക്കും സീരിയസ് ആയിട്ട് ഈ വയസ്സാം കാലത്ത് കേൾക്കണം എന്ന് ആഗ്രഹിച്ച് ഇരുന്നതാണ്. എന്നാൽ പ്രഭാഷണം കഴിഞ്ഞിട്ട് നമ്മുടെ നല്ലപോലെ പരിമണം പുലർത്തി ഗ്രൂപ്പിൽ സാറിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ അഡ്മിനും കരിമ്പന്നൂർ സാറും വളരെ അവിടെ എവിടെയും തൊടാതെ ഞാനിന്മേൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറേ, ഞാൻ പറയുന്നതിനകത്ത് സാറ് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. എൻ്റെ ഒരു നിരീക്ഷണം ഈ ഒരു പാഠത്തിന് ശേഷം, സാറ് തുടങ്ങിയത് തന്നെ സ്റ്റീഫൻ ഹോക്കിൻസിനെ ഹിസ്റ്ററി ഓഫ് ദ ടൈം തുടങ്ങിയിട്ടാണല്ലോ. അപ്പം സാറ് തീർച്ചയായിട്ടും ഒരു ഫിസിക്സിൽ ഡിഗ്രി ഉള്ള ആള്, ബ്രീഫ് മാനേജ്മെന്റിനെ കുറിച്ച് അറിയാവുന്നത്, ബിഗ് ബാങ് തിയറിയൊക്കെ അറിയാവുന്നത്, ബ്ലാക്ക് ഹോൾസ് അറിയാവുന്നത്, ഫേറ്റ് ഓഫ് ദ യൂണിവേഴ്സ് അറിയാവുന്ന ഒരാളെന്നുള്ള ഒരു രീതിയിലാണ്. എന്നാൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു വിവേചനം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് പറയുന്നതിനകത്തിൽ സാറ് ക്ഷമിക്കണം. 1. 2, സാറ് സഭാപ്രസംഗം ഇടയ്ക്ക് ഇപ്പം വിൽസൺ കരിമ്പണ്ണൂർ സംസാരിച്ചതിന് ശേഷം ഉദ്ധരിച്ചല്ലോ. വിൽസൺ കരിമ്പണ്ണൂർ പറഞ്ഞതിന് ശേഷമുള്ള സഭാപ്രസംഗി സാർ ഉദ്ധരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സമയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ സമയം. എൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാടിൽ നിന്ന് തുടങ്ങി ഈ സമയം വരെ എത്തിയിരിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു പലവിധമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയും കരുതലിലൂടെയും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഉള്ള ജീവിത വീക്ഷണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. സാറ് എന്തെങ്കിലും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ എങ്ങനെ കാണണം, ഓരോ സമയം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് പ്രൊഫഷണൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം, നമ്മൾ പാലിക്കണം എന്ന് വളരെയധികം ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അതിന് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം ശരിയായില്ല എന്നുള്ളത് വളരെ ഖേദത്തോടുകൂടി ഞാൻ പറയുന്നു. എന്നിരുന്നാലും ശരി തന്നെ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ ജീവിതമായിട്ട് സാറ് വളരെ ഉന്നത നിലയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും സാറുമായിട്ട് ബന്ധപ്പെട്ടതും സാറിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതും ഞങ്ങളെ അനുകരിപ്പിക്കാനായിട്ട് സാറ് പറഞ്ഞു. സന്തോഷത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ സമയം എങ്ങനെ നമ്മൾ ചെലവഴിക്കണം, പ്രൊഫഷണൽ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഫാമിലിയായിട്ട് ചെലവഴിക്കുന്നത് മാത്രമല്ല, അത് നമ്മൾ ഓരോരുത്തരും ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതുകൂടെ സാറെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നോർക്കുന്നു. സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നന്ദിയോടെ ഞാൻ എൻ്റെ തലകുനിക്കുന്നു. എന്നാൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. അത് ഞാൻ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഇപ്പൊ പലർക്കും പല എക്സ്പെക്ടേഷൻ അല്ലേ. അപ്പം ഇപ്പം ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണൽ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ എന്താ പറഞ്ഞേ 5 lessons on time management, 6 lessons on time management എന്ന് പറഞ്ഞ് കിട്ടും. അത് പറഞ്ഞിട്ട് അങ്ങനെ ഫോർമുലയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. യു ഹാവ് ടു ഫൈൻഡ് യുവർ ടൈം. എനിക്ക് ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, ഞാൻ എങ്ങനെ പ്രൊഫഷണലി ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഉപയോഗിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. 8 മണിക്കൂർ
പ്രൊഫഷണലി വർക്ക് ചെയ്യുക, 8 മണിക്കൂർ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുക, 8 മണിക്കൂർ ഉറങ്ങുക. അതാണ് മോഡേൺ ടൈം മാനേജ്മെന്റിന്റെ ബേസിക്സ്. ലോകത്ത് എല്ലായിടത്തും മോഡേൺ ടൈം മാനേജ്മെന്റ് ബേസിക്സ് അതാണ്. പിന്നെ ഇങ്ങനെ പ്രൊഫഷണലി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു പട്ടാളക്കാരൻ ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതും ഒരു ടീച്ചർ ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതും ഒരു ബാങ്ക് മാനേജർ ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതും ഒരു നോളജ് വർക്ക് ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാനൊരു ഫോർമുല തരുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ എം സെയിങ് ദാറ്റ് ഓൺ ദ കോൺട്രറി, ഐ ബിലീവ് ഇൻ ദാറ്റ്. ഇപ്പം ഞാൻ എങ്ങനെ ടൈം ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഫോക്കസ്ഡ് ടൈമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രൊഫഷണലി ഇത് കാര്യം എന്ന് പറഞ്ഞാൽ, അത് പിന്നെ വിൽസൺ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ മൾട്ടി ടാസ്കറാണ്. പക്ഷെ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം 5 കാര്യം ചെയ്യുക എന്നുള്ളതല്ല. ഒരു കാര്യം ഞാനിപ്പം ഇന്ന് ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി ഐ ഹാവ് ടു ഗെറ്റ് ഇൻ ടു അനദർ മീറ്റിംഗ്. ഇന്ന് ഞാനിത് 5ാമത്തെ മീറ്റിംഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോളിസിയുടെ മീറ്റിംഗ് പലതും നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ, ഓൺലൈൻ മീറ്റിംഗ്. അപ്പം ഞാൻ ഈ മീറ്റിംഗ് നടക്കുമ്പം ഞാൻ മറ്റേ മീറ്റിങ്ങിലോട് ശ്രദ്ധിക്കത്തില്ല. വെൻ ഐ ഡു ദിസ് മീറ്റിംഗ് ഐ am here. But when I do the other meeting, I am fully there. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ അല്ല മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക വിത്ത് ഫോക്കസ്. അതാണ് പ്രൊഫഷണൽ ടൈം മാനേജ്മെന്റ് ഏറ്റവും വലിയ കാര്യം, ഫോക്കസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5 മണിക്കൂർ കൃത്യമായിട്ട് മീറ്റിംഗ് നടക്കുമ്പോൾ അല്ലാതെ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ നോക്കില്ല. ആരൊക്കെ ഫോൺ വിളിച്ചാലും ആ സമയത്ത് ഞാൻ എടുക്കില്ല. കാരണം ഐ എം റൈറ്റിംഗ് സംതിങ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിസ്ട്രാക്റ്റഡ്. ഇപ്പൊ ടൈം മാനേജ്മെന്റിൽ പ്രൊഫഷണലി ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരുത്തൻ ക്ലാസ് എടുക്കുമ്പോൾ അവനോട് പറയാം നമുക്കൊരു ചായ കുടിക്കാൻ പോകത്തില്ല. അയാളൊരു നല്ല ടീച്ചർ ആണെങ്കിൽ ആ ക്ലാസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യും 100%. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ പ്രൊഫഷണൽ ഫോക്കസ് ടൈമിനും പ്രിപ്പറേഷൻ ആവശ്യമാണ്. യു ഡോണ്ട് പ്രിപ്പയർ. അപ്പൊ പ്രിപ്പറേഷൻ എങ്ങനെ? ചിലര് മെക്കാനിക്കലി പ്രിപ്പയർ ചെയ്യും, നോട്ട് എഴുതും, ഒരു നോട്ട് എഴുതി ഈ ഇന്ന കാര്യങ്ങൾ പറയും. ചിലർ മെന്റലി പ്രിപ്പയർ ചെയ്യും. അത് ഡിഫറെന്റ് സ്റ്റൈലാണ്. മനസ്സിലായില്ലേ നിങ്ങൾ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് അയാൾ ഒരു 150 ഒരു മാസ്റ്റർ ഡോക്ടർ 150 രോഗികളെ കാണും. അയാൾക്ക് ക്ലിനിക്കൽ ഡെപ്ത് ഉണ്ടായോണ്ടാ പറ്റുക. ഒരു ഔസർജനും പറ്റില്ല അത്. കാരണം ആ ക്ലിനിക്കൽ 30 വർഷത്തെ ക്ലിനിക്കൽ ഡെപ്ത് ഉള്ള ഒരുത്തന് he will know, if it's a cardiologist, he will know what exactly is the issue. കാരണം അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അതേ സമയത്ത് യു കനോട്ട് ഡു ഇറ്റ് ഫോർ എ ന്യൂ പേഴ്സൺ. അപ്പൊ ഈ പ്രൊഫഷണലി ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രൊഫഷണലി there is no formula except the thing that give quality time, don't get distracted. ടൈമിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സക്സസ് ആകുന്നതിന് യു ഹാവ് ടു ഹാവ് എ ലാർജർ പെർസ്പെക്റ്റീവ് ദാൻ നിങ്ങൾ ഒരു ദിവസം എങ്ങനെ ടൈം മാനേജ്മെന്റ് 24 മണിക്കൂർ ഞാനിപ്പോൾ ഒരു ഫോർമുല തന്ന് ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന പോലെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നത്തെ ഒരു കാര്യം പലപ്പോഴും പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, യങ് പീപ്പിൾ എൻഡ് അപ്പ് സ്പെൻഡിങ് സോ മച്ച് ഓഫ് ടൈം, റൈറ്റ്, ആൻഡ് ദ ട്രേഡ് ഓഫ് ഈസ് ടു ബിഗ്. അതായത് നിങ്ങൾക്ക് പ്രൊഫഷണലി നിങ്ങൾ സക്സസ്ഫുൾ ആവും, നിങ്ങളുടെ പിള്ളേര് മക്കളുണ്ടെങ്കിൽ മക്കൾ കോഞ്ഞാട്ടയാകും. കാരണം അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വിൽ ബി അൺഹാപ്പി. അപ്പൊ അതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വേണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ മൊത്തത്തിന്റെ അത് ലോങ് ആൻഡ് സൈ. ഈ ഫോർമുല, ഇഫ് യു ആർ എക്സ്പെക്ടിങ് ഫോർമുല, ഡോണ്ട് എക്സ്പെക്ട് ഫോർമുല ഫ്രം മീ. കാരണം ഞാൻ ഫോർമുല ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഗാന്ധിജി ഡ്രസ്സ് എടുത്തിട്ടാണ് എന്താ പറഞ്ഞേ പ്രശസ്തനായ. എല്ലാവരും ഉടുപ്പിടും, ഗാന്ധി ഉടുപ്പൂരി. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ. ഐ ടോൾഡ് ഹൗ ഐ വർക്ക്. ഐ കനോട്ട് ടെൽ ഹൗ യു ഷുഡ് വർക്ക്. ഹൗ യു ഷുഡ് വർക്ക്, യു ഷുഡ് ഫൈൻഡ് ഇറ്റ്. അപ്പൊ അതാണ് അതിന്റെ കാര്യം എല്ലാത്തിൻ്റെയും, പ്രൊഫഷണലിലെ എല്ലാത്തിൻ്റെയും. കാരണം നിങ്ങൾ ഒരു ടീച്ചറിനും ഒരു ഡ്രൈവറിന്റെയും ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ഫോക്കസ് ചെയ്ത് ഡ്രൈവർ ആണെങ്കിൽ അവൻ അപകടം വരത്തില്ല. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ ഫോൺ എടുത്ത് ഇടിയുകയാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റേ ചെയ്യുകയാണെങ്കിൽ അപകടം വന്നിരിക്കും. നല്ല ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ സ്റ്റുഡൻസിന്റെ ഓരോ സ്റ്റുഡൻസിന്റെയും പൾസ് മനസ്സിലാക്കും. നല്ല എഴുത്തുകാരനാണെങ്കിൽ അവൻ എഴുതുമ്പോൾ അവൻ ഡിസ്ട്രാക്ഷൻ ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ദ തിങ്. അപ്പം ഓരോരുത്തരും
ഓരോ തരം ഫോക്കസാ വേണ്ടത് അല്ലേ? ഇപ്പൊ ഒരു ഡ്രൈവറുടെ ഫോക്കസും ഒരു സയന്റിസ്റ്റിന്റെ ഫോക്കസും രണ്ടാണ്. അപ്പൊ ആ ടൈം എങ്ങനെ നിങ്ങൾ ചെലവഴിക്കണമെന്നുള്ളതിന് ഇഫ് യു ആർ എക്സ്പെക്ട് മീ ടു ഡു എ ഫോർമുല, അത് സാമാന്യ വിവരമുള്ള പിള്ളേരെല്ലാവരും ഗൂഗിൾ ചെയ്ത് ഇപ്പൊ കിട്ടും. യു ജസ്റ്റ് ഗൂഗിൾ വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ്, യു വിൽ ഗെറ്റ് ദ ഫോർമുല നമ്പർ 1 2 3 4. അത് I don't give it like that, so I mean if you had an expectation diverge വരുമ്പോഴാണ് people get disappointed. I speak my mind. If you take what you want to take, that is my approach to the everything. Yeah, thank you. I appreciate. ഓക്കെ, താങ്ക് യു സാർ. അടുത്തത് ജോർജ് യോഹന്നാൻ സാറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സാറിന് സംസാരിക്കാം. എനിക്ക് എൻ്റെ ജീവിതത്തിന് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ വരാൻ ഈ ഉപദേശങ്ങൾ എനിക്ക് വളരെ സഹായിച്ചു. ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് പലപ്പോഴും ഡോക്ടറോട് എപ്പോഴും ടെലിഫോൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുകയില്ല. ഒരു ക്ലർജി അച്ഛൻ പലയിടത്തും പ്രസംഗവും ഉപദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അദ്ദേഹം ഒരിക്കലും ടെലിഫോൺ എടുക്കുകയില്ല. ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഭയങ്കര പരാതി, അച്ഛൻ ടെലിഫോൺ എടുക്കുന്നത്. അച്ഛൻ മേ ബി ബിസി വിത്ത് സം അതർ തിങ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ പ്രവർത്തന മേഖലയിൽ. ഇപ്പം ചില സ്കൂളുകളിലൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നത് നിർബന്ധമായി ടീച്ചേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ചെന്നാൽ ഉടനെ ആ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ മേശപ്പുറത്ത് ടെലിഫോണെല്ലാം വെച്ചോണം. ഒരു മനുഷ്യർക്കും ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ ലോകത്ത് വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളാണ്. നമുക്കും ഒരുപാട് കാര്യങ്ങൾ ടൈം മാനേജ്, പിള്ളേരെ പഠിപ്പിക്കാൻ നേരമല്ല, പിള്ളേരെ ഇരിക്കുമ്പോഴെല്ലാം ടെലിഫോൺ. ഞാനത് എൻ്റെ കൊച്ചുമോളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാനും ഇത് ടീച്ചേഴ്സ് മീറ്റിംഗ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ടെലിഫോണും കൊണ്ടിരുന്ന് പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു 100 ടെലിഫോൺ വരുന്നു, ഞാൻ ശ്രദ്ധയോടെ കാണുന്നു. ഇവയൊക്കെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ സാറ് പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റി. പ്രത്യേകിച്ച് വേദോത്സവമൊക്കെ ഇച്ചിരി കൂടുതൽ വായിക്കുന്ന ആളാണ്. സാറിനും എനിക്കും മനസ്സിലായ സാറിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ടത് ഒരുപാട് കാര്യം സാറിൻ്റെ വലിയപ്പച്ചനിൽ നിന്നും സാറിൻ്റെ അപ്പച്ചനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ കിട്ടിയെന്നുള്ളത് സാറിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇത് സാർ അടുത്ത തലമുറയിലേക്കും കൈമാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത് സാറ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ചെയ്യണം. നമ്മളെ ശ്രദ്ധയോടെ കാണുന്ന നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അടുത്ത വീട്ടിലെ ആളുകൾ, നമ്മളെ ദൈനംദിനം നടക്കുമ്പം നമ്മൾ കാണുന്ന എല്ലാ ആളുകളും എല്ലാം നമ്മളെ കാണുക ശ്രദ്ധയോടുകൂടി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുന്നു, നമ്മൾ ഒരുപാട് കാര്യം അവർക്ക് നമ്മൾ കൊടുക്കുന്നു. വെറുതെ നടന്നു പോയാൽ മതി. ബൈബിളിനകത്ത് പറയുന്നുണ്ട്, ഈ വഴിയായി കൂടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ ഒരു ദൈവപുരുഷനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വേദോത്സവത്തിൽ എഴുതിയേക്കുക. അപ്പം നമുക്കിതൊക്കെയാണ് നമ്മുടെ ഒരു തലമുറ. അടുത്തത് മോശമാകുന്നു, നമ്മുടെ കുട്ടികൾ നശിക്കുന്നു, നമ്മുടെ പള്ളിയിലെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരുന്നില്ല, മറ്റു ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് ദ പ്രോബ്ലം നമ്മളിൽ തന്നെയാണ്. അതാണ് സാറിൻ്റെ ഉപദേശങ്ങളോട് ഞാൻ അങ്ങേയറ്റം ഞാൻ ശിരസാവഹിക്കുന്നു, കേൾക്കുന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ദ ജീവിതത്തിലെ പ്രായോഗികമായി സാറിൻ്റെ മുമ്പിലത്തെ തലമുറയിൽ നിന്ന് സാറിന് ഒത്തിരി കിട്ടിയെന്ന് സാറിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് മാത്രം ഞാൻ മനസ്സിലാക്കി. ഇത് നമുക്കും ഓരോരുത്തർക്കും ഒരു വെല്ലുവിളിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു. ജോൺ സാമുവൽ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലല്ല, അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം എന്ന് പറഞ്ഞാല് ഈ നമ്മളെങ്ങനെ സമയം ഉപയോഗിക്കുന്നതെന്ന് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികളും പഠിക്കുന്നത്. നമ്മള് കുട്ടികൾക്ക് ലെക്ചർ കൊടുത്തിട്ട്, ഞാനിപ്പം ലെക്ചർ കൊടുക്കുക സമയത്തെക്കുറിച്ച്. ഇപ്പം സാറ് പറഞ്ഞ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഓൺ സ്ക്രീൻ ടൈം നമ്മൾ എത്രമാത്രം ചെലവഴിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫാമിലികൾ പോലും വാട്സപ്പ് ഫാമിലികളാണ്. അപ്പം എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഒരു വീട്ടില് 5 പേര് 5 ഫോണുമായിട്ട് 5 മുറി കയറും. അപ്പനും പിന്നെ മോനും കൂടെ പോലും പിന്നെ ഡിന്നറിന് വരാൻ
മൊബൈലില എന്താ പറഞ്ഞ വാട്സപ്പിലാ വിളിക്കുന്നത്. പ്രാർത്ഥന ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു വലിയ ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോ ഈ ഓൺലൈൻ ഈ ഫോൺ വന്ന പിന്നെ. പണ്ട് നമുക്കൊക്കെ എന്താ പറഞ്ഞ ട്രങ്ക് കോളൊക്കെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. മനുഷ്യൻ അന്നും ജീവിച്ചു, ഇല്ലൻ്റെ ഉള്ളപ്പോഴും മനുഷ്യൻ ജീവിച്ചു. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരു വീട്ടില് നമ്മളെ പല വീട്ടിലും ട്രാജഡിയുടെ കാര്യം എന്താണ്? ഇപ്പൊ ഡൈവേഴ്സിന്റെ ഏറ്റവും കൂടുതൽ കാര്യം എന്താണ്? ഭാര്യയും ഭർത്താവും പിന്നെ മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോവുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തൻ അവന്റെ മൊബൈലിൽ, അവരുടെ മൊബൈൽ, പിള്ളേരുടെ മൊബൈല്. അവസാനം പിള്ളേര് മൊബൈലിൽ ഡ്രഗ് വരുത്തുന്നത് ഈ അപ്പനും അമ്മയും അറിയത്തില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. ടൈം മാനേജ്മെന്റിൽ ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ മൊബൈല് എന്ന് പറയുന്ന സാധനം എത്രമാത്രം ഡിസ്ട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മൊബൈല് പഠിക്കാൻ ആവശ്യമാണ്. ഇപ്പം മൊബൈൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം കുട്ടികളോട് പറയുന്നത്, നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്നു, അവന് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അവനോട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അവൻ അറിയത്തില്ല, അവൻ ഒരു പത്രവും വായിക്കത്തില്ല. പക്ഷെ പ്രശ്നം എന്താ പറയുമോ, ഇവൻ ഈ മൊബൈലിൽ കളിക്കുക ചെയ്യുന്നത്, ഏതാണ്ട് പബ്ജിയോ അങ്ങനെ ഒരു സാധനം, അവൻ ഫുൾ മൊബൈലിലാണ്. പിന്നത്തെ പിള്ളേർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റീൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മനസ്സിനും ഗുണമില്ല, ശരീരത്തിനും ഗുണമില്ല. വെറുതെ ഒരു 5 മണിക്കൂർ 3 മണിക്കൂർ ഈ റീല് കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ റീല് കണ്ട ഒരു കാര്യവും പഠിക്കത്തില്ല. ആരെങ്കിലും പഠിക്കുമോ? എന്റർടൈനിങ് പോലുമല്ല. ഇപ്പൊ ഈ ഞാൻ കാണുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ടൈം നമ്മൾ എന്താ പറഞ്ഞ മാനേജ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാവിലെ മൊബൈൽ എടുത്ത് പിന്നെ എല്ലാവരും അറിയാം, നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി സമയത്ത് ഞാൻ മൊബൈലിൽ തൊടത്തില്ല, സോഷ്യൽ മീഡിയയിലും നോക്കത്തില്ല. ജോലി സമയത്ത് ഞാൻ വളരെ വളരെ പർട്ടിക്കുലറാണ്. ആ ഡിസ്ട്രാക്ഷൻ ആണ് വലിയ പ്രശ്നം. ഇന്നത്തെ പ്രൊഫഷണലിസത്തിൻ്റെയും ലൈഫിൻ്റെയും വലിയ പ്രശ്നം അങ്ങ് പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻ ആണ്. പല ടീച്ചേഴ്സും ക്ലാസ്സിലിരുന്ന് ഹോംവർക്ക് കൊടുത്തിട്ട് അവർ മൊബൈലിലാണ്. they don't spend time on teachers. അതൊരു വലിയ പ്രശ്നമാണ്. താങ്ക് യു സാർ. അടുത്തത് വിൽസൺ കരിമനൂർ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാറിന് സംസാരിക്കാം. ഞാൻ സാറ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി 1-2 കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയാൻ സാറ് പറഞ്ഞതും ഇതിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സാറ് പറഞ്ഞതിനോട് തത്വത്തിൽ എനിക്ക് ഫോണിന്റെ കാര്യത്തിൽ യോജിപ്പുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എൻ്റെ ആക്ടിവിറ്റീസും എൻ്റെ കോൺസെൻട്രേഷനും നശിപ്പിക്കുന്നത് കൂടെ വരുന്നതായിട്ടൊരു ഈ ഫോണുകൾ, അത് മൊബൈലായാലും ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നല്ല ഏകാഗ്രതയോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പം ഒരു ഫോൺ എടുത്ത് അതിൽ വരുന്ന ഒരു വിഷയം നമ്മളെ മാനസികമായിട്ട് സ്വാധീനം ചെലുത്തി നമ്മുടെ ഏകാഗ്രത പോവുകയും നമുക്ക് ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അത് സത്യമാണ്. പക്ഷെ അന്നേരം തന്നെ എൻ്റെ അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം, ഈ ടൈമിൽ നമുക്ക് ഒരു എമർജൻസി കോൾ ആയിരുന്നു വന്നത്. ഇപ്പം വല്ല രോഗമോ മരണമോ അതുപോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു കോൾ ആ സമയത്ത് അന്നേരം എടുക്കാതിരുന്ന അതും ഒരു പ്രശ്നമാകത്തില്ല. ആ ഒരു ചിന്തയാണ് ഞാൻ ഈ ഫോണൊക്കെ എടുക്കാൻ പലരും വിളിക്കുമ്പോഴും അതങ്ങ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു വിഷയം, അതുപോലെ തന്നെ ഈ സാറ് ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടൈം ഒരുപക്ഷെ സാറിന് സാധിക്കും. കാര്യം സാർ ഒരു വളരെ ഉത്തംഗമായ സ്ഥാനത്തിരിക്കുന്ന, സാറിന് അസിസ്റ്റന്റുകളും സാറിന് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. അപ്പൊ നമ്മുടെ വീട്ടിലൊരു എമർജൻസി ആ സമയത്ത് വന്നു, അല്ലെ ഒരു അത്യാവശ്യം പെട്ടെന്നൊരു കടയിലോട്ട് പോകണം, അല്ലെ പെട്ടെന്നൊരു കാര്യങ്ങൾക്ക് അത് നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഈ പറഞ്ഞ പൂർണ്ണമായിട്ട് ആ ടൈം നമ്മളൊരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പൊ അതിനെപ്പറ്റി കൂടെ സാർ ഒരു വിശദീകരണം തന്നാൽ നല്ലതായിരുന്നു. അല്ല, ഇത് ഞാൻ പറഞ്ഞ ഈ ലൈഫില് ടൈമിന്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രയോറിറ്റൈസ്.
ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന ഞാൻ ഫോക്കസ് മാതിരിയുള്ള ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. വി നീഡ് ടു പ്രയോറിറ്റൈസ്. ഏതാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി നമ്മുടെ വർക്കിൽ? ഇപ്പോൾ ഫോൺ വരുമ്പോൾ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ വൈഫ് വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വിളിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് സംതിങ് ഐ പ്രയോറിറ്റൈസ്. അതായത് ഞാനിപ്പോൾ മീറ്റിങ്ങിലാണെങ്കിലും എൻ്റെ ഭാര്യയോ മകളോ വിളിക്കുകയാണെങ്കിൽ ഞാൻ നോക്കും അവരുടെ ആ അത്യാവശ്യം എനിക്കറിയാം റൂട്ടീൻ കോളാണെന്നോ അത്യാവശ്യം കോളാണോ. രണ്ട്, ഫോൺ സൈലന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് കോളും ഐ റിട്ടേൺ ദ കോൾ. ഇപ്പം വിൽസൺ സാറിന് തന്നെ വിളിച്ചു, ഉടനെ ഞാൻ സാറിന് ഒരു മറുപടി അയച്ചു. കാരണം ഐ വാസ് ഓൺ സാറ് വിളിച്ച സമയത്ത് ഐ വാസ് ഓൺ അനദർ വെബിനാർ. ഞാൻ ഉടനെ 8:30 ഞാൻ കയറും എന്ന് മറുപടി അയച്ചു. അല്ലേ? കിട്ടിയായിരുന്നോ? കിട്ടി. ഞാൻ അതിന്റെ മറുപടി ഞാനും ഉടനെ അയച്ചു. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല, പക്ഷെ ഐ റെസ്പോണ്ടഡ്. ഇപ്പൊ ദർ ആർ നമ്പർ ഓഫ് വേസ് ടു മാനേജ് ഇറ്റ്. മനസ്സിലായില്ലേ? ആ വർക്ക് ചെയ്യുമ്പം ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കത്തില്ല. പക്ഷെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ പിന്നെ മിസ് കോള് എനിക്ക് അറിയാവുന്ന ആളുകളാണെങ്കിൽ ഞാൻ എടുക്കും. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോഴേ എടുക്കും. വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ there is a time limit for I have to take it. അത് that is a choice we'll have to. പക്ഷേ ഈ 90% ഫോണും ആവശ്യമില്ലാത്ത ഫോണായിരിക്കും. ഇപ്പം എനിക്ക് 3 ഫോൺ വന്നു, റൈറ്റ്? വെൻ ഐ ആം ഇൻ ദിസ് മീറ്റിംഗ്. ഈ മീറ്റിംഗ് ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഐ വിൽ നോട്ട് ബി ഫോക്കസ്ഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എന്നെ ഫോൺ വിളിച്ചോരെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചു വിളിക്കും. ദാറ്റ്സ് ഇറ്റ്. കാരണം പണ്ടും ആൾക്കാർ ജീവിച്ചിട്ടുണ്ടല്ലോ ഇത്. ഇല്ല, ടെലഗ്രാം ഉള്ളപ്പോഴും അൺലെസ് ദാറ്റ് എമർജൻസി ഉണ്ടെങ്കിൽ മൊബൈൽ ഇല്ലുന്നതിന് മുമ്പ് എമർജൻസി ഉണ്ടായിട്ടുണ്ടല്ലോ. എമർജൻസി ഉണ്ടായിട്ട് നമ്മൾ പോവും. അത് യു നീഡ് ടു പ്രയോറിറ്റൈസ് എല്ലാം. അതാണ് കാര്യം. ഞാൻ എല്ലാ ഫോണും എടുക്കില്ല. സത്യം പറഞ്ഞാൽ എല്ലാ ഫോണും എടുക്കരുത്. അതുകൊണ്ടാണ് പലർക്കും ഈ സൈബർ ഇത് വരുന്നത്. മനസ്സിലായില്ലയോ? ഫോൺ നമ്മൾ കൃത്യമായിട്ട് ഏതാണ് എടുക്കേണ്ടത് എനിക്കറിയാൻ വയ്യാത്ത അൺനോൺ കോൾ വരുമ്പം സംടൈംസ് ഐ കോൾ ബാക്ക്, സംടൈംസ് ഐ ഡോണ്ട് കോൾ ബാക്ക്. ഞാൻ പറയും സെൻഡ് എ മെസ്സേജ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സാർ. നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വരുന്നല്ലോ. ഏതാണ്ട് 10:30 അടുത്ത് വരുന്നു. ഇനി ആർക്കും മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സെഷൻ വളരെ വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ നമ്മൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായ ഒന്നായിരുന്നു. സാറിനോട് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ടു ലൈറ്റിൻ്റെ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിൻ്റെ സമയമാണ്. അതിന് അഡ്മിൻ കൂടിയായിട്ടിരിക്കുന്ന ശ്രീ ജേക്കബ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഡി സുനിലച്ചൻ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജോൺ സാമുവൽ സാറിന് എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്ത് പറയണമെങ്കിൽ ഇപ്പോൾ പറയാം. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. That's the only thing. Thank you for your patient hearing. Thank you for it's good to be with this group for the second time. Thank you. താങ്ക് യു. ഇപ്പോൾ ജേക്കബ് മാത്യു ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നമ്മളുടെ 247ാമത്തെ വെബിനാർ വളരെ തുടർച്ചയായിട്ട് നടത്തത്തക്ക രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കട്ടെ. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ വിഷയത്തിൽ വളരെ ഗഹനമായ ചിന്തകൾ നമുക്ക് ജോൺ സാമുവൽ സാറ് പകർന്നു തന്നു. അതിൽ 3 ടേക്ക് അവേ ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. 1 ഫോക്കസ്, 2 പ്രയോറിറ്റൈസ്, 3 80-20 പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലൊതുക്കി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണം നമുക്ക് സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ഗഹനമായ ചിന്തകൾ തന്ന ജോൺ സാമുവൽ സാറിന് ലൈറ്റ് ടു ലൈറ്റൻ കൂട്ടായ്മയുടെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ മീറ്റിംഗ് വളരെ സമർത്ഥമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. എല്ലാ ആൾക്കാർക്കും സംസാരിക്കാൻ സമയം കൊടുത്തു. തക്കതായ രീതിയിൽ ഇടപെട്ട മോഡറേറ്ററായിട്ടിരുന്ന ശ്രീ ബെന്നി പരിമനത്തോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ മീറ്റിംഗിൽ നമുക്ക് പാട്ടുപാടാൻ ആളുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. പിന്നെ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന ജോസ് മാത്യു നെറൂൺ, പാട്ടുപാടിയ മാസ്റ്റർ ജോയൽ, പ്രാർത്ഥിച്ച ശ്രീ തോമസ്, ഇവരോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ ജോൺ സാമുവൽ സാറിന്റെ പ്രഭാഷണം നമ്മൾ കേട്ടെങ്കിലും
ഇതിൽ സമർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് വരുത്തി തന്നത് ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാരാണ്. അത് ശ്രീ രാജു ഫിലിപ്പ്, വിൽസൺ കരിമ്പന്നൂര്, ശ്രീ ജോയ് സയോനിൽ, ചെറിയാൻ സാറ്, ജോർജ് യോവന്നാൻ സാർ. ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി, അവരുടെ അഭിപ്രായങ്ങൾക്കുള്ള റെസ്പോൺസിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂടുതലായിട്ടുള്ളൊരു ക്ലാരിറ്റിയും ഈ വിഷയത്തിൽ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയും ലഭിച്ചത്. അവരോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തർക്കും ഉള്ള നന്ദി ലൈറ്റിന്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു ജേക്കബ് മാത്യു സാർ. ഇപ്പോൾ സുനിലച്ചൻ പ്രാർത്ഥിച്ച് രാജു അഞ്ചേരിയച്ചൻ ആശീർവാദം പറയുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, വെബിനാറിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഉൾക്കാഴ്ചകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സമയത്തിന്റെ ആ ഒരു ക്രമീകരണത്തെക്കുറിച്ച് അതെങ്ങനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്നും ക്രിയാത്മകമായി ഞങ്ങളുടെ ജീവിതത്തിൽ സമയത്തിന്റെ ക്രമീകരണം കർത്താവെ അതെങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നല്ല ചിന്തകൾ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ജോൺ ശാമുൽ സാറിന് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തു. വ്യാപരിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ വിനിയോഗിക്കാനും അത് ഫലപ്രദമായി വിനിയോഗിക്കാനും ഞങ്ങളെ സഹായിക്കുന്നു. സമയം പലപ്പോഴും ഞങ്ങൾ വേണ്ട വിധം വിനിയോഗിക്കുന്നില്ല എന്നത് ഞങ്ങളുടെ കുറവായി കാണുന്നു. തെറ്റ് തിരുത്തുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. സാർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും വാഴ്ത്തണമേ. തുടർന്ന് അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. വെബിനാർ സംബന്ധിച്ച് എല്ലാവരോടും കൂടെ ഇരിക്കണമേ. നേർന്നു നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ രാത്രി ഞങ്ങൾക്ക് ശാന്തമായ വിശ്രമം നൽകണമേ. പ്രഭാതത്തിൽ ഉണർന്നിട്ടെങ്കിൽ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കുന്നു. ഈ നോമ്പ് കാലയളവ്, പ്രത്യേകിച്ച് നാളെ മുതൽ ആശ ആഴ്ചയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായി പാരണം. ക്രൂശിനെ ധ്യാനിക്കുവാനും കർത്താവ് വീണ്ടെടുപ്പിന്റെ ആ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്ന അങ്ങയുടെ രക്ഷണീയ പ്രവർത്തനത്തെക്കുറിച്ച് ധ്യാനിപ്പാനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഉയർപ്പിന്റെ വലിയ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിപ്പാനും ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇതുമുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.